പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ NTPCയുടെ ജിയോഗ്രഫി ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അവസാനമായിട്ട് നമ്മൾ കണ്ട ഭാഗങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം നോക്കൂ കൂട്ടുകാരെന്താണെന്ന്. വിച്ച് ഓപ്ഷൻ ക്യാൻ ബെസ്റ്റ് ഡിസ്ക്രൈബ് ഈക്വിനോക്സ്? അതാണ് ചോദ്യം. ഈക്വിനോക്സിനെ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ എന്താണ് ഒരു ഈക്വിനോക്സിനെ ഏറ്റവും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിർവചിക്കുന്നത് എന്നതാണ് ചോദ്യം. നമുക്ക് താഴെ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് എന്തെല്ലാമാണ് എന്ന് നോക്കാം. നോക്കൂ, ഈക്വിനോക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നു എർത്ത് ഗോയിങ് എറൗണ്ട് ദ സൺ. എർത്ത് സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നതിനെയാണ് ഇക്വിനോക്സ് എന്ന് പറയുന്നത് എന്ന് പറയുന്നു. ആണോ? തീർച്ചയായിട്ടും അതല്ല ഇക്വിനോക്സ്. നോർത്ത് പോൾ ഈസ് ടിൽറ്റഡ് ടുവേർഡ് സൺ. നോർത്ത് പോള് സണ്ണിൻ്റെ അടുത്തേക്ക് ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നതാണ് ഇക്വിനോക്സ് എന്ന് പറയുന്നു. എപ്പോഴും നോർത്ത് പോള് സണ്ണിൻ്റെ അവിടേക്ക് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ ടിൽറ്റ് ചെയ്തുകൊണ്ടാണോ നിൽക്കുന്നത്? അല്ല, അല്ലേ? 6 മാസം കൂടുമ്പോൾ ആദ്യം നോർത്ത് പോളാണ് ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഭൂമി ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നോർത്ത് പോളാണ് ഇപ്പോൾ ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വശത്തേക്ക് എത്തുന്ന സമയത്ത് എന്താവും? സൗത്ത് പോളായിരിക്കും സണ്ണിൻ്റെ അടുത്തേക്ക് ടിൽറ്റ് ചെയ്ത് നിൽക്കുക, അല്ലേ? അപ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങി മറുവശത്തെത്തുമ്പോൾ നേരത്തെ നോർത്ത് പോൾ സണ്ണിൻ്റെ അടുത്തേക്ക് ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് പിന്നീട് സൗത്ത് പോളായി മാറും, അല്ലേ? അതുകൊണ്ട് നോർത്ത് പോൾ ടിൽറ്റഡ് ടുവേർഡ് സൺ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ആ രീതിയിലേക്ക് എടുക്കാനായിട്ട് സാധിക്കുകയില്ല. അടുത്ത എന്താണ്? 4ാമത്തെ നോക്കൂ, സൗത്ത് പോൾ ടിൽറ്റഡ് ടുവേർഡ് സൺ. അതിനെ മാത്രമായിട്ട് ഇക്വിനോക്സ് എടുക്കാൻ പറ്റുമോ? ഇക്വിനോക്സ് എടുക്കാൻ പറ്റുകയില്ല. ഇനി എന്താ 3ാമത്തെ ഓപ്ഷൻ നോക്കൂ, നെയ്തർ ഓഫ് ദ പോൾസ് ഈസ് ടിൽറ്റഡ് ടുവേർഡ് സൺ. അതെന്താ വരിക? അതേതാണ്ടത് ഈ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഭൂമി ചെരിഞ്ഞ് നിൽക്കുക. അപ്പം നോർത്ത് പോളും സൗത്ത് പോളും രണ്ടും ടിൽറ്റഡ് അല്ല, അല്ലേ? അങ്ങനെ 2 ദിവസങ്ങൾ വരും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈക്വിനോക്സുകൾ എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈക്വിനോക്സ്, ഈക്വൽ എന്ന് പറയുന്നൊരു വാക്കാണ് നമുക്കതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നത്, അല്ലേ? ഈക്വൽ എന്ന് പറയുന്ന വാക്ക് കണ്ടെത്താൻ പറ്റുന്നത്. എന്താണ് ഈക്വൽ അല്ലെങ്കിൽ ഈക്വിനോക്സ് എന്ന് പറയുന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മാപ്പ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നോക്കൂ, എന്താണിത്? ഒന്നാമതായിട്ട് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് കൂട്ടുകാരെ? നടുവിൽ സൂര്യനുണ്ട്. ഭൂമി ഒരു വർഷം കൊണ്ട് ഇങ്ങനെ കറങ്ങി സൂര്യൻ്റെ ചുറ്റുമുള്ള പരിക്രമണം മൊത്തത്തിൽ എന്താ പറയുന്നത്? മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്തിങ്ങ് വരികയാണ്, അല്ല, റെവല്യൂഷൻ നടത്തി വരികയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒരു വർഷം എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത്. ഇനി കൂട്ടുകാർ നോക്കൂ, നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമുക്കിതാ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന സമയത്ത് ഈ ചിത്രം നോക്കുക കൂട്ടുകാർ. നമുക്കറിയാം അച്ചുതണ്ടിൻ്റെ ഒരു ചരിവുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ എങ്ങനെയാണ് ഭൂമിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ ഭൂമി ഇതാ ഇങ്ങനെ നിൽക്കുമെന്നും ഇങ്ങനെ അച്ചുതണ്ട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ല? നേരെ താഴത്തോട്ട്. എൻ്റെ വര ശരിയായില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭൂമിയുണ്ട്. ഓക്കെ, ഈ ലൈനിൽ ഇങ്ങനെ ഭൂമിയുണ്ട്. അച്ചുതണ്ട് എങ്ങനെയാണ്? നോർത്ത് പോളും സൗത്ത് പോളിലേക്ക് നേരെ താഴത്തോട്ട് വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? ഇങ്ങനെയാണോ ശരിക്കും? അല്ല. എങ്ങനെയാണ് പകരമുള്ളത്? അച്ചുതണ്ട് ഇങ്ങനെ ചെരിഞ്ഞാണ് നിൽക്കുന്നത്, അല്ലേ? പെർപെൻഡിക്കുലറിനല്ല, ചെരിഞ്ഞാണ് നിൽക്കുന്നത് നമുക്കറിയാം, അല്ലേ? ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഇവിടെ കൂട്ടുകാരൊന്ന് നോക്കൂ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന്. ഇവിടെ കൂട്ടുകാർക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇങ്ങനെ അച്ചുതണ്ട് ചെരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഇവിടെ, അതായത് ജൂൺ മാസം സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് കാണാൻ സാധിക്കുന്നു നോർത്ത് പോള് സണ്ണിൻ്റെ അടുത്തേക്ക് ടിൽറ്റ് ചെയ്താണ് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആണല്ലോ? സംശയങ്ങളില്ലല്ലോ. ഇതാ ഈ വരച്ചിരിക്കുന്ന ഈ വരയാണെന്ത്? ഇക്വേറ്റർ എന്ന് പറയുന്ന വര. നമ്മളുടെ ഇക്വേറ്റർ എവിടെയാണ് കിടക്കുന്നത്? ഇതാണ് ഇക്വേറ്റർ. ഈ വരച്ചിരിക്കുന്ന വരയാണ് ഇക്വേറ്റർ. ഇനി കൂട്ടുകാർ നോക്കൂ, ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എന്താണ്? ഇരുട്ടുള്ള ഭാഗമാണ്, അല്ലേ? ഭൂമിയുടെ ഇപ്പുറത്തുള്ള ഈ ഭാഗമോ വെളിച്ചമുള്ള ഭാഗമാണ്. അത് കൂട്ടുകാർക്കറിയാമല്ലോ. സൂര്യൻ്റെ ഇങ്ങനെ വെളിച്ചം വന്ന് വീഴുന്നു, കൃത്യം പകുതിക്ക് വെച്ചാണ് വര, അല്ലേ? പകുതിയിൽ വെളിച്ചം, പകുതിയിൽ ഇരുട്ട്, അതായത് രാത്രിയും പകലും. ഇനി ഇക്വേറ്ററിൻ്റെ അവിടെ കൂട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ 2 ലൈനിൻ്റെയും നീളം ഒരുപോലെയാണ് എന്ന്, അല്ലേ? നോക്കൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് 2 വരയുടെ നീളം എടുത്താൽ രണ്ടും ഒരേപോലെയാണ് വരയുടെ നീളം. അതായത് ഈ ഭാഗത്ത് എന്താണ്? ഈക്വൽ ലെങ്ത് ഓഫ് ഡേയും ഈക്വൽ ലെങ്ത് ഓഫ് എന്താണ്? നൈറ്റുമാണ് ലഭിക്കുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ നോക്കൂ കൂട്ടുകാരെ, ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ എത്രയാണ്? ഇത്രത്തോളം എന്താണ്? ഇരുട്ടാണ്. ഇവിടെ നിങ്ങോട്ട് എന്താണ്? പകലാണ്. അപ്പോൾ പകലിൻ്റെ നീളം എന്ത് ചെയ്തു? കുറച്ച് കൂടിയിരിക്കുന്നു. ഇവിടേക്കെത്തുമ്പോഴോ? ഇവിടേക്കെത്തുമ്പോൾ ഇത്രയേ രാത്രിയുള്ളൂ, ബാക്കി മുഴുവനും എന്താണ്? പകലാണ്.
മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതായത് ഇവിടെ ഇക്വേറ്ററിൻ്റെ അവിടെ 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും കിട്ടിയെടുത്ത് നിന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് അവസാനം എന്താണ്, ഈ ആർട്ടിക് സർക്കിളിൻ്റെ മുകളിലത്തെ ഭാഗത്ത് അവിടെ ആ സമയത്ത് എന്താണ് 24 അവേഴ്സും എന്താണ് വെളിച്ചം മാത്രമുള്ള ദിവസമാണ് നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ദിവസത്തിനെയാണ് സമ്മർ സോളിസ്റ്റൈസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? സമ്മർ സോളിസ്റ്റൈസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ സോളിസ്റ്റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അതിർത്തിയിലേക്ക് എത്തി, ഏറ്റവും അറ്റത്തെത്തി എന്നുള്ള അർത്ഥം വരുന്നൊരു വാക്ക് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ കൂട്ടുകാരെ? കാരണം നിങ്ങൾ നോക്കൂ, ഈ സൂര്യൻ നേരെ മുകളിൽ എവിടെ ആയിട്ടാണെന്ന് നമുക്ക് തോന്നുന്നത്? ഇത് ഇക്വേറ്റർ ആണല്ലോ അല്ലേ? ഇത് ഇക്വേറ്ററാണ്. അപ്പോൾ ഈ വര ഏതാണ് കൂട്ടുകാരെ? ഈ വര 23.5 ഡിഗ്രി വടക്കുള്ള എന്താണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ഇതെന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് ഈ വര. ഇതിന് നേരെ മുകളിൽ സൂര്യൻ നിൽക്കുന്ന പോലെ തോന്നും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതാണ് ഈ ദിവസം. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ഈ ദിവസം എന്ത് ചെയ്യും? ഈ 21 ജൂണിൽ നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ, നമ്മളുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും നീളമേറിയ പകൽ ലഭിക്കുന്ന ദിവസമായിട്ട് മാറും. കാരണം എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൻ്റെ ഭാഗം നോർത്ത് പോളാണ്. നോർത്ത് പോള്, ഉത്തര ധ്രുവമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സൂര്യൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ്, പകലിൻ്റെ അടുത്തേക്ക്, സൂര്യൻ എന്ന് വെച്ചാൽ പകലിനെ സൂചിപ്പിക്കുന്നതല്ലേ, അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ നീളമേറിയ പകൽ, ദക്ഷിണാർദ്ധഗോളത്തിലോ ഏറ്റവും നീളമേറിയ രാത്രി ലഭിക്കുന്ന സമയമാണിത്. മനസ്സിലായോ കൂട്ടുകാർക്ക് കൃത്യമായിട്ട്? അന്റാർട്ടിക് സർക്കിള് മുഴുവനായിട്ട് എന്താണ്, ഇരുട്ട് കിട്ടുന്ന, അന്ന് സൂര്യൻ ഉദിക്കുകയില്ല, അന്ന് മുഴുവൻ അവിടെ എന്തായിരിക്കും? രാത്രിയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ സവിശേഷതകളാണ് ഈ ഒരു സമയത്ത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ഭൂമി പിന്നീട് നിൽക്കുമോ? ഇല്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പോയി 6 മാസത്തിനപ്പുറം ഭൂമി എന്ത് ചെയ്യും? ഇതാ ഇവിടെ എത്തും. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന നമ്മളുടെ ഈ സമയം ഏതാണ്? ഡിസംബർ മാസത്തിലെ സമയമാണ്. ഇപ്പം നമ്മുടെ ഇവിടെ എന്താണ് കൂട്ടുകാരെ? നമ്മുടെ ഇവിടെ ജനറലി എങ്ങനെയാണ്? തണുപ്പാണല്ലേ. കാരണം എന്തായിരിക്കും കൂട്ടുകാർ ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഇവിടെ ഇപ്പോൾ ഉത്തരാർദ്ധഗോളം, നമ്മൾ എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിലാണല്ലേ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇവിടെയാണ് ഇക്വേറ്ററിൻ്റെ മുകളിലേക്കാണ് എന്ത്? നോർത്തേൺ ഹെമിസ്ഫിയർ. ഈ ഭാഗം കൂട്ടുകാർ നോക്കൂ, സൂര്യനിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ സൂര്യൻ്റെ അടുത്തേക്ക് നിൽക്കുന്നത് സതേൺ പോളാണ്. നോർത്ത് പോൾ സൂര്യനിൽ നിന്ന് ടിൽറ്റഡ് അങ്ങോട്ടാണ് ചെരിഞ്ഞ് നിൽക്കുന്നത് അല്ലേ. അതായത് ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം ഇവിടെ രാത്രിയുടെ നീളമാണ് ഉത്തരാർദ്ധഗോളത്തിൽ കൂടുതൽ. ഇക്വേറ്ററിൻ്റെ അവിടെ ഒരേ നീളവും മുകളിലേക്ക് പോകുന്നതിലും രാത്രിയുടെ നീളം കൂടുതലും പകൽ കുറവുമാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ? ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത് കാരണമാണ്. അതിൻ്റെ അർത്ഥം എന്താണ് കൂട്ടുകാരെ? പകലിൻ്റെ നീളം കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നേരമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇവിടെ ചൂട് ലഭിക്കുന്നുള്ളൂ. ഭൂമിയുടെ സർഫേസ് അത്ര നേരമേ ചൂടാകുന്നുള്ളൂ. ബാക്കി സമയം കൊണ്ട് ഭൂമിയുടെ സർഫേസ് എന്ത് ചെയ്യും? തണുക്കാനാണ് കിട്ടുന്നത്. അപ്പോൾ തണുപ്പായിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് ഈ ഡിസംബർ മാസമാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഉത്തരാർദ്ധഗോളത്തിൽ വിൻ്റർ സമയമാകുന്നത്, തണുപ്പിൻ്റെ സമയമാകുന്നത്. നേരെ മറിച്ച് ഇവിടെ നോക്കൂ, ജൂൺ സമയത്ത് എങ്ങനെയായിരുന്നു? നോർത്തേൺ ഹെമിസ്ഫിയർ, നോർത്ത് പോളിൻ്റെ ഭാഗം അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നീളമേറിയ പകലാണ്. നീളമേറിയ പകലാകുമ്പോൾ കൂടുതൽ നേരം ഭൂമി ചൂടാക്കപ്പെടുകയും തണുക്കാനുള്ള സമയം, അതായത് രാത്രി സമയം കുറവുമാണ് ലഭിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ജൂൺ മാസത്തിൽ നമുക്കിവിടെ സമ്മർ, ചൂട് അനുഭവപ്പെടുന്നത് കൂടുതൽ. കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇനി ജൂൺ മാസത്തിൽ നോക്കൂ, സൂര്യൻ്റെ നേരെ നമ്മൾ വരച്ച എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ നേരെയാണ് വര വരിക എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൂട്ടുകാർ സൂര്യൻ്റെ നേരെയുള്ള വര വരച്ച് നോക്കൂ, എവിടെ പോയിട്ടാണ് നിൽക്കുന്നത് കൂട്ടുകാരെ? ഞാൻ വരച്ചത് ചെരിഞ്ഞു പോയി, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇത് കണ്ടോ? ഈ വര കണ്ടോ? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ അവിടെ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മുട്ടുന്നത്. അതായത് 23.5 ഡിഗ്രി നോർത്തിൻ്റെ നേരെ ഉണ്ടായിരുന്ന സൂര്യൻ ഇപ്പോൾ 23.5 ഡിഗ്രി സൗത്തിൻ്റെ നേരെയായി. ഇത് ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്ക് പക്ഷേ എങ്ങനെയാണ് തോന്നുക? ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്ക് സൂര്യൻ ഇങ്ങനെ എവിടെ നിന്ന്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ അവിടേക്ക് എത്തുന്നതും ഇവിടെ നിന്ന് തിരിച്ച് ഭൂമി ഇവിടേക്ക് എത്തുമ്പോൾ തിരിച്ച് സൂര്യൻ എന്താണ്? മുകളിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഇങ്ങനെ മുകളിലോട്ട് നോർത്തിലേക്കും സൗത്തിലേക്കും ഇങ്ങനെ സൂര്യൻ പോകുന്നു, യാത്ര ചെയ്യുന്നു എന്നാണ് ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്ക് തോന്നുക. അതായത് ഇക്വേറ്ററും ഇങ്ങനെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്തും 23.5 ഡിഗ്രി സൗത്തും, ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഇത് ഇക്വേറ്ററുമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ള ഒരാൾക്ക് എന്ത് തോന്നും? സൂര്യൻ ഇവിടെ നിൽക്കുന്നു ആദ്യം, പിന്നീട് എന്ത് ചെയ്യുന്നു? സൂര്യൻ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നു കുറേ മാസം കഴിയുമ്പോൾ, പിന്നീട് ഇവിടെ യാത്ര ചെയ്യുന്നു. അതായത് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഡിസംബർ മാസത്തിൽ നിങ്ങൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് നോക്കുക. സൂര്യൻ
കുറച്ച്, അതായത് സൂര്യൻ എവിടെ ഉദിക്കുക? കിഴക്ക്. ഇതാണ് നിങ്ങൾ നോക്കുമ്പോൾ ഇതാണ് കിഴക്ക്, ഇതാണ് ചക്രവാളം എന്ന് വിചാരിക്കൂ. കുറച്ച് എവിടേക്ക് മാറി, ഇതാണ് കിഴക്ക് ദിക്ക്. ഓക്കെ, നിങ്ങൾ കിഴക്കോട്ട് നോക്കി നിൽക്കുകയാണ്. സൂര്യൻ അപ്പോൾ ഇവിടെ നിന്നല്ല ഉദിച്ച് പൊങ്ങുക മുകളിലേക്ക്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് തെക്കോട്ട് മാറിയിട്ടായിരിക്കും സൂര്യൻ ഉദിക്കുന്നുണ്ടാവുക. ഇനി നിങ്ങൾ ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ഭാഗം, ഡിസംബർ മാസത്തിൽ സൂര്യൻ ഉദിക്കുന്ന ഭാഗം നോക്കുക. എന്നിട്ട് നിങ്ങൾ ജൂൺ മാസം അതൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. നിങ്ങളുടെ അവിടെ തെങ്ങോ മാവോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ഇവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മാവിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും സൂര്യൻ ഉദിച്ച് വരിക. 6 മാസം കഴിയുമ്പോൾ ഏതാണ്ട് ഇതേ അളവിൻ്റെ കുറച്ച് പകുതി ഇപ്പുറത്തേക്ക് മാറി ഇവിടെ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ തെങ്ങിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും ഒരു 6 മാസം കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് വരിക. കാരണം സൂര്യൻ എന്ത് ചെയ്തു? അതിൻ്റെ എന്താ ചേഞ്ച് വന്നിരിക്കുന്നത്? ഇപ്പം നിങ്ങൾ ഈ തെക്ക് മാറിയിട്ടുള്ള മാവിൻ്റെ മുകളിൽ കൂടെ ഉദിച്ച് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ കുറച്ച് തെക്ക് മാറിയതാ, ഇതിൻ്റെ നേരെയാണ് സൂര്യൻ നിൽക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? 6 മാസം കഴിഞ്ഞ് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സൂര്യൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ യാത്രയാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ നോക്കിക്കോളൂ, ഡിസംബർ 22 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പതുക്കെ ഒരു 3 മാസം കഴിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് സൂര്യൻ ഇവിടെ ഉദിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു 3 മാസം കൂടി കഴിഞ്ഞ് കൃത്യം 6 മാസം കഴിയുന്ന സമയത്ത് എന്താകും? സൂര്യൻ നേരെ ഇപ്പുറത്ത് വന്നിട്ടാണ് ഉദിച്ചു തുടങ്ങുക. അത് കഴിഞ്ഞ് പിന്നെ സൂര്യൻ പിന്നെ ഇങ്ങോട്ട് പോവുമോ? ഇങ്ങോട്ട് പോവില്ല. പിന്നെ എന്ത് ചെയ്യും? എഗെയിൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു 2 വരകളുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും ഇടയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൂര്യൻ്റെ സഞ്ചാരം നമുക്കൊരു വർഷം കാണാൻ പറ്റും. ഇതിനെയാണ് മലയാളത്തിൽ എന്താണ്? ഉത്തരായനം, ഉത്തരായനം, ദക്ഷിണായനം. എന്താണ് ദക്ഷിണായനം? അയനം എന്ന് വെച്ചാൽ എന്താ? യാത്ര. ഉത്തര ദിക്കിലേക്ക്, നോർത്തിലേക്കുള്ള യാത്രയെ ഉത്തരായനമെന്നും സൗത്തിലേക്കുള്ള യാത്രയെ, ദക്ഷിണ ദിക്കിലേക്കുള്ള യാത്രയെ ദക്ഷിണായനം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സമയത്ത് ഏറ്റവും നീളമേറിയ പകൽ വരും. ഈ സതേൺ എന്താ പറയുന്നത്, സൗത്ത് പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സതേൺ ഹെമിസ്ഫിയറിലായിരിക്കും നീളമേറിയ പകൽ. നമ്മളുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? നീളമേറിയ രാത്രിയായിരിക്കും, കുറഞ്ഞ പകലുകളായിരിക്കും. അപ്പോൾ ഇപ്പോൾ കാണുന്ന പോലെ വേഗം എന്ത് ചെയ്യും? സൂര്യൻ വേഗിയിട്ടേ ഉദിക്കുകയുള്ളൂ, വളരെ വേഗത്തിൽ അസ്തമിക്കുകയും ചെയ്യും. അല്ലേ? ഇപ്പോൾ വേഗം ഇരുട്ടാവുന്ന സമയമല്ലേ ഡിസംബറൊക്കെ? അതിന് കാരണം ഇതാണ്. കാരണം വേഗം അസ്തമിക്കും, എന്നിട്ട് നീളം രാത്രിക്ക് കൂടുതലാണ്, എന്നിട്ട് പതുക്കെ എന്ത് ചെയ്യുള്ളൂ? ഉദിക്കുകയുള്ളൂ. അപ്പം രാത്രിക്ക് നീളം കൂടുതലും പകലിന് നീളം കുറവും. ഈ ഒരു അവസ്ഥ കൂടുതൽ അറിയുക നമ്മളുടെ ഇവിടേക്കൊക്കെ കുറച്ചേ അറിയുള്ളൂ. നമ്മുടെ കേരളത്തിലേക്കൊക്കെ അത്ര വിസിബിളായിട്ട് അറിയില്ല, ചെറുതായിട്ടുള്ളൊരു മാറ്റേ അറിയുള്ളൂ. ഡൽഹിയിലൊക്കെ നിങ്ങൾ പോയാണ്ടല്ലോ, ഒരു 4:30 മണിയൊക്കെ 5 മണിയാകുമ്പോഴേക്കും സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ടാവും? ഐ മീൻ ഈ സമയത്ത് നേരെ തിരിച്ച്, അതായത് എന്ത് ചെയ്യും? ആ ഭയങ്കര വൈകിട്ടേ ഇപ്പോൾ എന്ത് ചെയ്യുള്ളൂ? സൂര്യൻ ഉദിക്കുകയുള്ളൂ അവിടെയൊക്കെ. മനസ്സിലാവുണ്ടോ? ഒരു 7-8 മണിയാകുമ്പോൾ 7:30 ആകുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? ഉദിച്ച് ശരിക്കും ഇങ്ങോട്ട് വെളിച്ചം അങ്ങോട്ട് എത്തുകയുള്ളൂ. നേരത്തെ അസ്തമിക്കുകയും ചെയ്യും, വളരെ നേരത്തെ അസ്തമിക്കും. ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഇരുട്ടാവണ പോലെ ആവും. നമ്മളുടെ ജൂൺ മാസത്തിലെ സമയം നോക്കുന്ന സമയത്തോ രാവിലെ ഒരു 5 മണിയാകുമ്പോഴേക്കും എന്താവും? നല്ല വെളിച്ചമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഡിഫറൻസ് ആണ് നമുക്ക് ഇങ്ങോട്ട് മുകളിലോട്ട് പോകുന്തോറുമാണ് ഈ രാപ്പകലുകളുടെ നീള വ്യത്യാസം കൃത്യമായി നമുക്ക് അറിയുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 2 കഥയുടെ ഒരു ലോജിക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നീളമേറിയ പകൽ, നീളമേറിയ രാത്രി എന്നൊക്കെ കാണുന്ന ഈ 2 സമയങ്ങളുടെയും നടുക്കൊരു സമയം വരില്ലേ? അപ്പോൾ നീളമേറിയ പകലുകളിൽ നിന്ന് ഏറ്റവും നീളം കുറഞ്ഞ പകലിലേക്ക് പോകുന്നതിനിടയിൽ എന്തുണ്ടാകും? പകലും രാത്രിയും ഈക്വലായിട്ടുള്ളൊരു സമയം ഉണ്ടാവില്ലേ കൂട്ടുകാരെ? ആ ഈക്വലായിട്ടുള്ള പകലും രാത്രിയും കിട്ടുന്ന ആ ദിവസത്തിനെയാണ് നമ്മൾ ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതായത് ഇവിടെ എന്തായി? ഇപ്പോൾ നോർത്ത് പോൾ അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുന്നു, സൗത്ത് പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇനി ഇങ്ങനെ കറങ്ങി ഒരു 3 മാസത്തെ യാത്ര കഴിഞ്ഞ് സൂര്യൻ ഇവിടെ എത്തുമ്പോൾ നോക്കൂ നിങ്ങൾ, ഏതെങ്കിലും ഒരു പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടോ? ഇല്ല. 2 പോളും എന്താണ്? ഇങ്ങോട്ട് ചെരിഞ്ഞല്ല നിൽക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഈ ഭാഗത്ത് ഈ പിക്ചറിൻ്റെ അവിടെയും ഈ പിക്ചറിൻ്റെ അവിടെയും നോക്കൂ, ഏതെങ്കിലും ഒരു പോൾ സൂര്യൻ്റെ അടുത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടോ? ഇല്ല. രണ്ടും എങ്ങനെയാണ്? ഇങ്ങനെ ഈ രീതിയിലാണ് നിൽക്കുന്നത്, അല്ല ഈ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത്. സൂര്യൻ ഇവിടെയാണ്, ഈ ഒരു ഷേപ്പിൽ. ഇവിടെ ആവുമ്പോൾ സൂര്യൻ്റെ അടുത്തേക്ക് ഒരു പോൾ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ്? ഈക്വലായിട്ട് ഇത്രയും വരയിൽ എന്താ ഇവിടെ? ഇത്രയും വരയിൽ ഇവിടെ പകലാണ്. ഇതേ ഈക്വൽ വര അപ്പുറത്ത് എന്താണ്? രാത്രിയാണ്. ഇതിന് മുകളിലേക്ക് പോകുമ്പോൾ വല്ല മാറ്റവും വരുന്നുണ്ടോ? ഇല്ല. ഇതേ നീളം പകല്, ഇത്രയും ഈക്വൽ നീളം അപ്പുറത്ത് രാത്രി. ഇതേ നീളം എന്താണ്? പകല്, അപ്പുറത്ത് എന്താണ്? രാത്രി. ഇവിടെ നോക്കൂ, ഇതേ സമയത്ത് ഈ ആർട്ടിക് സർക്കിളിൽ അല്ലെങ്കിൽ ഇപ്പുറത്തെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ വര എടുത്ത് നോക്കൂ നിങ്ങൾ. ഇത്രയും പകലും എന്താണ്? ഇത്ര കുറച്ച് രാത്രി മാത്രമാണ്. ഈ വ്യത്യാസം ഇവിടെ കാണുന്നില്ല. ഈക്വൽ പകല്, ഈക്വൽ രാത്രി. ഇവിടെ നോക്കൂ, ഇതേപോലെയല്ലേ? ഇത്രയും എന്താണ്? രാത്രി ആയിരിക്കും, മറുവശത്ത് എന്തായിരിക്കും? പകലായിരിക്കും. ഇങ്ങനെ ഈക്വൽ എമൗണ്ട് ഓഫ് നൈറ്റ് ആൻഡ് ഡേ കിട്ടുന്ന ദിവസങ്ങളെ നമ്മൾ ഇക്വിനോക്സുകൾ എന്ന് വിളിക്കുന്നു. ഇക്വിനോക്സുകൾ ഏതൊക്കെയാണ്? 23rd സെപ്റ്റംബർ സ്പ്രിംഗ് ഇക്വിനോക്സ് അല്ലെങ്കിൽ വെർണൽ ഇക്വിനോക്സ് എന്നും 21st മാർച്ചിനെ സ്പ്രിംഗ് ഇക്വിനോക്സ് എന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വിളിക്കുന്നുണ്ട്. ക്ഷമിക്കണം, നോർത്തിലാണെങ്കിൽ ഇത് ഓട്ടം
എന്താ പറയുക ഇക്വിനോക്സ് ആണ്. ഇവിടെയാണ് സ്പ്രിംഗ് ഇക്വിനോക്സ് അല്ലെങ്കിൽ വെർണൽ ഇക്വിനോക്സ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോക്കുന്ന സമയത്ത് ആ രീതിയിൽ കൂട്ടുകാരെ പഠിക്കുക. ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത് സദേൺ ഹെമിസ്ഫിയറുള്ള പേരാണ്, മുകളിൽ എഴുതിയിരിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറാണ്. നിങ്ങൾ നോർത്തേൺ പഠിച്ച് വെക്കുക, സദേൺ അതിൻ്റെ നേരെ എന്ത് ചെയ്താൽ മതി, റിവേഴ്സൽ അടിച്ചാൽ മതി. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മുകളിൽ ഇത് പഠിക്കുക. നിങ്ങൾ ഈ മുകളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക. സ്പ്രിംഗ് ഇക്വിനോക്സ് ഇത് ഈ മുകളത്തെ ഭാഗം മാത്രം ആദ്യം പഠിച്ച് വെക്കുക. കാരണം മോസ്റ്റ്ലി എന്താണ് ചോദിക്കാറുള്ളത്, നമ്മളോട് ചോദിക്കാറുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ചോദിക്കുള്ളൂ. സദേൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ നോർത്തേണിൻ്റെ ആ മാസത്തെ എന്താണെന്ന് ആലോചിക്കുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് സദേൺ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഇവിടെ സ്പ്രിംഗ് ആണെങ്കിൽ അവിടെ ഓട്ടമായിരിക്കും, നമ്മുടെ ഇവിടെ ഓട്ടമാണെങ്കിൽ അവിടെ താഴെ സ്പ്രിംഗ് ആയിരിക്കും, നമ്മുടെ ഇവിടെ വിൻ്റർ ആണെങ്കിൽ താഴെ സമ്മർ ആയിരിക്കും, നമ്മളുടെ ഇവിടെ സമ്മർ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ താഴെ എന്തായിരിക്കും, വിൻ്റർ ആയിരിക്കും. ഈ ഒരു കണക്ഷൻ എന്ത് ചെയ്താൽ മതി, കൂട്ടുകാർ ഓർത്ത് വെച്ചാൽ മതി. സോ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ഈ എന്താ പറയുക സൈക്കിൾ പഠിച്ച് വെക്കുക. സദേൺ ഹെമിസ്ഫിയറാണ് ചോദിക്കാറില്ല, സദേൺ ഹെമിസ്ഫിയറിൻ്റെ നോർത്തേ ചോദിക്കുള്ളൂ എപ്പോഴും. എങ്ങാനും ചോദിച്ചാൽ എന്ത് ചെയ്യുക, നേരെ അങ്ങ് സദേണിൻ്റെ ആ മാസത്തെ എന്താണെന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ ആലോചിക്കുക, എന്നിട്ട് റിവേഴ്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഡീറ്റെയിൽഡായിട്ടാണ് പറഞ്ഞത്, പക്ഷേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിയല്ലോ കൃത്യമായിട്ട്. താഴെ തന്നിട്ടുള്ളവയിൽ ഇക്വിനോക്സ് എന്നതിൻ്റെ അർത്ഥം എന്താണ്, നെയ്തർ ഓഫ് ദ പോൾസ് ഈസ് ടിൽറ്റഡ് ടുവേർഡ്സ് ആണ് അല്ലേ. രണ്ട് പോളിൽ നെയ്തർ പോൾസ്, രണ്ട് പോളും എങ്ങോട്ട് ചെരിഞ്ഞിട്ടില്ല, സൂര്യൻ്റെ അടുത്തേക്ക് ചെരിഞ്ഞിട്ടില്ല. അതാണ് ഇക്വിനോക്സ് അല്ലേ. രണ്ടും എന്ത് ചെയ്തിട്ടില്ല, ചെരിഞ്ഞിട്ടില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ബാക്കി ഏത് സമയത്തും നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഏതെങ്കിലും ഒരു പോൾ ചെറുതായിട്ട് സൂര്യൻ്റെ അടുത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ സംശയങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. എന്താണ് കൂട്ടുകാരെ അടുത്ത ചോദ്യം? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ലെയറുകളുണ്ട് അല്ലേ. ആ ലെയറുകളിൽ ഏതിനാണ് ലോവസ്റ്റ് ഡെൻസിറ്റി എന്നതാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഹാസ് ദ ലോവസ്റ്റ് ഡെൻസിറ്റി, ഇതാണ് ചോദ്യം കൂട്ടുകാരെ. എന്താണ് കൂട്ടുകാർക്ക് തോന്നുന്നത്, ഏതിനാണ് ഏറ്റവും ലോവസ്റ്റ് ഡെൻസിറ്റി എന്നാണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? ഓപ്ഷൻസ് നോക്കൂ ഏതൊക്കെയാണെന്ന്. അയണോസ്ഫിയർ, എക്സോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. നമ്മൾ പ്രഷറിൻ്റെ കാര്യം പലപ്പോഴും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡെൻസിറ്റിയെ പ്രഷറൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂട്ടുകാർക്കറിയാം. അപ്പം ഭൂമി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. ഇവിടെയാണ് ഭൂമി എന്ന് വിചാരിക്കൂ കൂട്ടുകാർ. ഭൂമിയുടെ നമുക്കറിയാം അല്ലേ, പ്രഷർ ഏറ്റവും കൂടുതൽ എവിടെയാണ്, ഏറ്റവും താഴെയായിരിക്കും അല്ലേ. പ്രഷർ ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും, ഏറ്റവും താഴെയായിരിക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്, പല 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 ലെയറുകളുണ്ട് എന്ന കാര്യം കൂട്ടുകാർക്ക് ഓൾറെഡി അറിയാം അല്ലേ. ഇനി കൂട്ടുകാരെ ഇതിൽ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്തരം നമ്മുടെ എക്സോസ്ഫിയർ ആണ്. എന്താണ് എക്സോസ്ഫിയർ? അതായത് എക്സോസ്ഫിയർ ആണ് ഏറ്റവും, അതായത് ഇവിടുന്ന് ഇനി അങ്ങോട്ട് എന്താണ്, ഇനി അങ്ങോട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ്, നമ്മളുടെ അറ്റ്മോസ്ഫിയർ എൻഡ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആളാണ് ആര്, എക്സോസ്ഫിയർ. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർ? എക്സോസ്ഫിയറിൻ്റെ അപ്പുറത്ത് എന്താണ്, എക്സിറ്റ് ആണ്. എക്സ് എന്നുള്ളതാണ്, അത് എക്സിറ്റ് എന്നാലോചിച്ചാൽ മതി. അന്തരീക്ഷം അവിടെ എന്താണ്, അവസാനിക്കുകയാണ്. ഇനി ഇതിന് കാരണം എന്താണ്, എന്തുകൊണ്ട് എക്സോസ്ഫിയർ ഇത്രയധികം എന്താവുന്നു, ഡെൻസിറ്റി കുറഞ്ഞ ലെയർ ആവുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ജനറലായിട്ട് നമ്മൾ കാണുന്ന ട്രെൻഡാണ് എന്ത്, അറ്റ്മോസ്ഫിയർ, ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും നമ്മളുടെ വായുവിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും, കുറയും. അതായത് എല്ലാ ഡെൻസിറ്റി നമുക്കറിയാമല്ലോ, മുകളിലേക്ക് പോകും തോറും ആ തണുപ്പ് കൂടുന്നത് അല്ലെങ്കിൽ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ എയറിൻ്റെ ലെയറുകളുണ്ടല്ലോ, എയർ കോളംസ് അല്ലെങ്കിൽ എയർ ലെയേഴ്സ് എന്ന് പറയുന്നത് താഴത്തേക്ക് നമ്മുടെ ഗ്രാവിറ്റിയുടെ ഒക്കെ ആക്ടിങ് കാരണം എന്താണ്, വളരെ തിക്കായിട്ടാണ് നമ്മളുടെ ട്രോപ്പോസ്ഫിയറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അടുക്കി വെച്ചിരിക്കുന്നത്. അതായത് ഭൂമിയുടെ ഗ്രാവിറ്റി ഈ എയറിനെ മൊത്തത്തിൽ എന്തിനാ താഴത്തോട്ട് ഇങ്ങനെ വലിച്ച് അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ എയറിൻ്റെ ലെയറുകൾ ഇവിടെ വളരെ തിക്കായിട്ടാണുള്ളത്. മുകളിലേക്ക് പോകും തോറും അത് കുറഞ്ഞു വരും, മുകളിലേക്ക് പോകും തോറും ഇതെന്താകും, ഈ ലെയേഴ്സ് തിന്നായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് പോകും തോറും ഡെൻസിറ്റി കുറയുന്നതിന് കാരണമാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡെൻസിറ്റി ഏറ്റവും കൂടിയ ലെയർ ഏതായിരിക്കും, ഏറ്റവും കൂടിയ ലെയർ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെയർ ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയർ ആണ്. അതായത് ഇപ്പോൾ ചോദിച്ചതിൻ്റെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് ചോദിച്ചാൽ മനസ്സിലാക്കുക, ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും ഡെൻസിറ്റി കൂടിയ ലെയർ. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഏറ്റവും ഡെൻസിറ്റി കൂടുതൽ എവിടെയാണ്, സീ ലെവലിലാണ്, നമ്മുടെ സമുദ്രനിരപ്പിലാണ് ഏറ്റവും അധികം എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡെൻസിറ്റി കൂടുതലുള്ളത്. അത് ഏതാണ്ട് 1.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഈ അളവും കൂടി ഓർത്ത് വയ്ക്കുക. 1.2
kg/m³ എന്ത് സീ ലെവലിലുള്ള നമ്മളുടെ എയറിൻ്റെ ഡെൻസിറ്റി എന്നുകൂടി എന്ത് ചെയ്യുക കൂട്ടുകാർ ആലോചിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ. അപ്പോൾ ഏറ്റവും അധികം ഡെൻസിറ്റി എന്ന് പറയുന്നൊരു സങ്കല്പം എവിടെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ കാര്യം പരിഗണിച്ചതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അറ്റ്മോസ്ഫിയറിൻ്റെ ജനറലായിട്ടുള്ള ചില കാര്യങ്ങൾ കൂട്ടുകാരോടൊന്ന് പറഞ്ഞു പോവുകയാണ്. കാരണം അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, എന്തെങ്കിലും ഒരു ചോദ്യം വരലുണ്ട് അല്ലേ, കൂട്ടുകാർക്കും അറിയാം എക്സാമുകളിൽ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേഗത്തിലൊന്ന് പറഞ്ഞു പോവാം. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അറ്റ്മോസ്ഫിയറിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്ട് ഒരു 10,000 കിലോമീറ്റർ മുകൾ വരെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ എടുക്കാറുണ്ട്. ഏതാണ്ട് 10,000 കിലോമീറ്റർ മുകളിലേക്ക് വരെ എന്തുണ്ട്, അറ്റ്മോസ്ഫിയർ ഉണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ പറയാറുള്ളത്. പക്ഷേ വെർട്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ അതൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ല. അറ്റ്മോസ്ഫിയറിൻ്റെ സ്വഭാവം ഒട്ടും യൂണിഫോം അല്ല, ഭയങ്കരമായിട്ട് പല വ്യത്യാസങ്ങളും സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ 10,000 കിലോമീറ്റർ എന്ന് നമ്മൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഏതാണ്ട് 98% അറ്റ്മോസ്ഫിയറിൻ്റെ മാസും ഏതാണ്ട് 30 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 98% ഓഫ് ദ മാസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് കൺഫൈൻഡ് വിത്തിൻ 30 കിലോമീറ്റേഴ്സ് ഫ്രം ദ സർഫേസ് ഓഫ് ദ എർത്ത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ 30 കിലോമീറ്റർ പോകുമ്പോഴേക്കും ഏതാണ്ട് മെജോറിറ്റി ഓഫ് ദ മാസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞു. കാരണം നമുക്കറിയാം എന്താണ്, ഗ്രാവിറ്റി തന്നെ ആയിരിക്കും. കാരണം പ്രധാനപ്പെട്ട എയർ കോളത്തിനെ എല്ലാത്തിനെയും ഗ്രാവിറ്റി പിടിച്ച് തൊട്ടടുത്തേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പിടിച്ച് വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം ഗ്യാസുകളുണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, ബാക്കി പർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അല്ലേ. ഹീലിയം, ഓസോണ്, ഹൈഡ്രജൻ, ഇവയൊക്കെ എവിടെ കിടക്കുന്നുണ്ട്, പല അവരവരുടേതായിട്ടുള്ള ട്രേസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. ഓസോൺ ലെയർ, അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അല്ലേ. ഓസോൺ ലെയർ എവിടെയാണ് കാണുന്നത്, സ്ട്രാറ്റോസ്ഫിയറിൽ. എവിടെയാണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് നമുക്ക് ഓസോൺ ലെയർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. ഓസോൺ ലെയർ എവിടെയാണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ ഓസോൺ ലെയർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എന്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, ടെമ്പറേച്ചർ റിവേഴ്സൽ കാണാൻ സാധിക്കുന്നത്. ടെമ്പറേച്ചർ റിവേഴ്സൽ എന്താണ്, ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വന്ന് ഈ ട്രോപ്പോപോസ് എന്ന് പറയും. ട്രോപ്പോസ്ഫിയർ അവസാനിക്കുന്ന ഭാഗമാണ് ട്രോപ്പോപോസ്, സ്ട്രാറ്റോസ്ഫിയർ അവസാനിക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോപോസ്, മെസോസ്ഫിയർ അവസാനിക്കുന്ന ഭാഗമാണ് മെസോപോസ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിൽ ഇതിൻ്റെ നേരെ തിരിച്ചു വരും, മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കൂടും. കാരണം എന്താ, ഇവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോണിൻ്റെ സാന്നിധ്യം ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഈ ഓസോൺ എന്ത് ചെയ്യുന്നുണ്ട്, അൾട്രാ വയലറ്റ് രശ്മികളുമായിട്ട്, ഓസോൺ എന്താണ്, O3 ആണ് അല്ലേ. ഓസോണ് അൾട്രാ വയലറ്റ് രശ്മികളുമായിട്ട് എന്ത് ചെയ്യുകയാണ്, അൾട്രാ വയലറ്റ് രശ്മികളെ അവ തടയുകയാണ് അല്ലേ. അൾട്രാ വയലറ്റ് രശ്മികൾ വന്നിട്ട് ഓസോണിൽ പതിക്കുന്നു, ഈ O3 വിഘടിക്കുന്നു, O2ഉം Oയും ആകുന്നു, പിന്നീട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ഈ ഒരു പ്രവർത്തനം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭാഗത്തെ ചൂടിനെ എന്ത് ചെയ്യുന്നു, സൃഷ്ടിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സ്ട്രാറ്റോസ്ഫിയറിൽ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിന് കാരണമാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശേഷം സ്ട്രാറ്റോപോസ് പിന്നെ മിസോസ്ഫിയറിലേക്ക് കിടക്കുമ്പോൾ പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ താഴത്തേക്ക് തന്നെ വരികയാണ് അല്ലേ, നോർമലായിട്ട്. പിന്നെ തെർമോസ്ഫിയറിലേക്ക് പോകുമ്പോൾ എഗെയിൻ റിവേഴ്സൽ നടക്കും. കാരണം എന്താ, ഇവിടെ ഈ അറോറാസ് ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണമാകുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള വന്നിട്ടുള്ള അയോണുകളുടെ അയോണോസ്ഫിയർ എന്ന് പറയുന്നൊരു ഭാഗം കൂടി തെർമോസ്ഫിയറിലുണ്ട്. അവിടെ തുടർച്ചയായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിനെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെസോസ്ഫിയർ ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, കോൾഡസ്റ്റ് ലെയർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്, നമ്മളുടെ മിസോസ്ഫിയർ ആണ്. ഇതേ മിസോസ്ഫിയറിലാണ് ഈ ചിത്രം കണ്ടോ, മെറ്റിയോർസും മറ്റും കത്തിത്തീരുന്നത്, മെറ്റിയോർസും മറ്റും വന്ന് കത്തിജ്വലിച്ച് തീരുന്നത് ഇതേ മിസോസ്ഫിയറിലാണ് എന്ന് കൂടി കൂട്ടുകാർ ആലോചിക്കുക. ഞാനിങ്ങനെ ഓർമ്മ വരുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയുകയാണ്. ഇവയോരോന്നും പല തവണയായിട്ടുള്ള പല എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങളും കൂടിയാണ്. ഓരോന്നും കൂട്ടുകാരൻ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണമെന്ന് പ്രത്യേകം പറയുകയാണ്. അല്ലാണ്ട് വെറുതെ കേട്ടിട്ട് അങ്ങനെ ഇരിക്കരുത്, നോട്ട് ഡൗൺ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അറ്റ്മോസ്ഫിയറിലെ വിവിധങ്ങളായിട്ടുള്ള ഗ്യാസുകളുടെ കോമ്പോസിഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും അധികം നമുക്കുള്ളത് ഏതാണ്ട് 78% നൈട്രജനാണ്. രണ്ടാം സ്ഥാനം 21% ഓക്സിജനാണ്. അപ്പം തന്നെ എത്ര ആയിക്കഴിഞ്ഞു കൂട്ടുകാരെ, 99% കഴിഞ്ഞു അല്ലേ. പക്ഷേ
എപ്പോഴും പല എക്സാമുകളിലും മൂന്നാമനാര് എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് മൂന്നാമനാര് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതുക അതാരാണ്? ആർഗണാണ്. ആരാണ്? മൂന്നാമത്തെ അളവിലുള്ള ആൾ ആർഗണാണ്. ആർഗൺ ഏതാണ്ട് 0.93% ആണുള്ളത്. അപ്പോൾ ഈ 3 പേരും കൂടുമ്പോൾ 99.93% ആയിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരാണ് ആര്? നാലാമത്തെ ആൾ കാർബൺ ഡൈ ഓക്സൈഡാണ്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, 0.03%. 0.03%ഏ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഈ കാർബൺ ഡൈ ഓക്സൈഡ് വെറും 0.03%. ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതാണ് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത്. അപ്പോൾ എത്രത്തോളം കുറഞ്ഞ അളവ് മതി കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകാനെന്ന് കൂട്ടുകാർ ആലോചിക്കുക. പിന്നീട് നിയോണും ഹീലിയം ഒക്കെയാണുള്ളത്, അതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് കൂടി കൂട്ടുകാരെന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതുകൊണ്ട് എല്ലാം എങ്ങനെയെങ്കിലും എടുത്ത് റിമൂവ് ചെയ്താൽ എല്ലാം ശരിയാവുമോ? അതും പാടില്ല. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ഒരളവിൽ നമുക്ക് ആവശ്യവുമാണ്. അതാണ് ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്, ഭൂമിയെ തണുത്തുറയാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന കുറേ സൂര്യപ്രകാശ രശ്മികൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, തിരിച്ച് ഭൂമിയുടെ എന്താ പറയുക അന്തരീക്ഷം സൂര്യരശ്മികളേറ്റ് ചൂടായിട്ട് ഇങ്ങനെ പോകുന്നവയെ തടഞ്ഞു നിർത്തിയിട്ട് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ ഭൂമിക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു ചൂട് കൊടുക്കുന്നത് ആരാണ്? അതും കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഭൂമിയെ ഇവിടെ ജീവിക്കാനുള്ള ഒരു എന്താ പറയുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡിന് വലിയൊരു പങ്കുണ്ട്. പക്ഷേ ഒരളവിലേക്കും കൂടിക്കഴിഞ്ഞാലോ, അതായത് ലോവർ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സഹായിക്കുന്നുണ്ട്. പക്ഷേ ഒരു ലെവലിലേക്ക് കൂടിയാൽ, അതായത് ഭൂമിയിലുള്ള അളവ് കറക്റ്റാണ്, മനുഷ്യനായിട്ട് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുമ്പോൾ അത് ആ ടെമ്പറേച്ചറിന് എന്ത് ചെയ്യുന്നു, വല്ലാണ്ട് വർദ്ധിപ്പിക്കുകയാണ്. മനസ്സിലായ കൂട്ടുകാർക്ക്? ആ ഒരു ബാലൻസ് ആണ് എല്ലാം എന്നെന്ത് ചെയ്യുക, കൂട്ടുകാർ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമുകളുടെ ചോദ്യമാണ് ഈ ട്രോപ്പോസ്ഫിയർ എത്ര കിലോമീറ്റർ പോകുന്നു എന്ന് പറയുന്ന ചോദ്യം. ട്രോപ്പോസ്ഫിയർ 8 കിലോമീറ്റർ മുതൽ 18 കിലോമീറ്റർ വരെയാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ആദ്യത്തെ ലെയറിനെ കുറിച്ചാണ് പറയുന്നത്. 8 മുതൽ 18. എന്താ 8 മുതൽ 18? വല്ലാത്തൊരു കണക്കാണല്ലോ എന്ന് കൂട്ടുകാരെ വിചാരിക്കും. കാരണം ഈ 18 കിലോമീറ്റർ ഇക്വേറ്ററിൻ്റെ അവിടെയും 8 കിലോമീറ്റർ പോൾസിൻ്റെ അവിടെയുമാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇക്വേറ്ററിൻ്റെ അവിടെ സൂര്യരശ്മികൾ ഡയറക്റ്റ്ലി വന്ന് പതിക്കുകയും, ഇപ്പോൾ ഇക്വേറ്റർ എങ്ങനെയാണ്, ഇക്വേറ്റർ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ, ഭൂമിയുടെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വേറ്റർ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. സൂര്യരശ്മികൾ ഈ ഇക്വേറ്ററിൻ്റെ ആ ഭാഗത്ത് ഡയറക്റ്റ്ലി വന്ന് പതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വായു ചൂടായിട്ട് എന്ത് ചെയ്യും, മുകളിലേക്ക് വളരെ ഹൈറ്റിൽ പോകും. ഇക്വേറ്ററിൽ നിന്ന് ഇപ്പുറത്തേക്ക് പോകും തോറും ഈ പോകുന്ന ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണ്, സൂര്യരശ്മികൾ ഇവിടെ സ്ലാൻഡിങ് ആയിട്ടാണ് പതിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇങ്ങനെയല്ല ഞാൻ കാണിക്കേണ്ടത്, ശരിക്കും ഇങ്ങനെയാണ്. സൂര്യരശ്മികൾ നേരെയാണ് പതിക്കുന്നത്, പക്ഷേ ഈ അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഈ ആംഗിൾ ഇങ്ങനെ സൂര്യരശ്മികൾ പതിക്കുന്ന ഈ ആംഗിൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്, ആംഗിൾ സ്ലാൻഡിങ് ആയി കുറഞ്ഞ് വരികയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതെന്തിലേക്ക് നയിക്കുകയാണ്, ഈ സർഫേസ് ഏരിയ കൂടുകയും അവിടെ സൂര്യരശ്മികൾ എന്താണ്, വലിയ ഏരിയയിൽ കുറച്ച് സൂര്യരശ്മികൾ വരികയും ചൂടാക്കാനുള്ള ഒരു കഴിവ് കുറയുകയും ചെയ്യും. എങ്ങനെയാണ് നമുക്ക് പോളാർ റീജിയനിലേക്ക് പോകുന്തോറും എന്താവുന്നത്, വളരെ എന്ത് ചെയ്യുന്നത്, തണുത്തുറഞ്ഞതുപോലെ പോകുന്നത്. നമ്മളുടെ ഭൂമധ്യരേഖയുടെ അല്ലെങ്കിൽ ട്രോപ്പിക് ഏരിയയിൽ വലിയ ചൂടും പോളാർ ഏരിയയിലേക്ക് ചൂട് വളരെ കുറവും ആവാൻ കാരണം എന്താണ്, ഭൂമിയുടെ ഈ ഒരു ഷേപ്പും മറ്റുമൊക്കെയാണെന്ന് കൂട്ടുകാരെ മനസ്സിലാക്കുക. ഇനി അടുത്ത പ്രത്യേകത എന്താ, അപ്പോൾ ഇവിടെ വായു ഇത്രയധികം മുകളിലേക്ക് പോകുന്നു ചൂടായിട്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ അത്ര വളരെ കുറവേ മുകളിലേക്ക് വായു പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് പോൾസിൽ ഏതാണ്ട് 8 കിലോമീറ്റർ മാത്രം ട്രോപ്പോസ്ഫിയറിന് എക്സ്റ്റൻഷനും ഭൂമധ്യരേഖയുടെ അവിടെ ഏതാണ്ട് 18 കിലോമീറ്റർ വരെയും വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓൺ ആൻ ആവറേജ് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കുള്ള 13 കിലോമീറ്ററാണ് നമ്മൾ ട്രോപ്പോസ്ഫിയറിൻ്റെ ആവറേജ് ഹൈറ്റായിട്ട് നമ്മൾ എടുക്കാറുള്ളത്. 13 കിലോമീറ്റർ, 13 കിലോമീറ്റേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത് കൂട്ടുകാരെന്ത് ചെയ്യുക, ഒന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഏതാണ്ട് 165 മീറ്റർ മുകളിലേക്ക്, ഞാൻ ട്രോപ്പോസ്ഫിയറിലെ കാര്യമാണ് പറയുന്നത്, ഏറ്റവും താഴത്തെ ലെയർ, ഇവിടെ ടെമ്പറേച്ചർ ഇൻവേഴ്സിലാണ് നടക്കുന്നത്. 165 മീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ടെമ്പറേച്ചർ കുറയും. നമ്മളിപ്പോൾ മൂന്നാറിലേക്കോ അല്ലെങ്കിൽ എവിടെ അതുപോലത്തെ വട്ടവട അല്ലെങ്കിൽ എവിടെയാണോ ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് തണുപ്പ് അനുഭവപ്പെടില്ല. അതിന് കാരണം എന്താണ്, നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് അത്രയും മുകളിലേക്ക് പോകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ ഓരോ ഹൈറ്റ് ഇങ്ങനെ കൂടുന്തോറും അവിടുത്തെ ടെമ്പറേച്ചർ കുറഞ്ഞ് വരുന്നത് എന്ന് കൂട്ടുകാരും മനസ്സിലാക്കുക. ഇങ്ങനെ ടെമ്പറേച്ചർ കുറയുന്ന, അതായത് ഇത്ര മീറ്ററിന് ഇത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ച് ഈ കുറയുന്ന രീതിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്, നമ്മൾ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന പേരിൽ നമ്മൾ വിളിക്കാറുള്ളത്. എന്ത് പേരിലാണ്, നോർമൽ
ലാപ്സ് റേറ്റ് എന്ന പേരിൽ നമ്മൾ വിളിക്കാറുള്ളത്. ലാപ്സ് റേറ്റ് എന്ന വാക്ക് ഓർക്കുക. ഈ ലാപ്സ് റേറ്റ് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഇങ്ങനെ ടെമ്പറേച്ചർ കുറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് കൂട്ടുകാർ ആലോചിക്കുക. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി അതിനുശേഷം സ്ട്രാറ്റോസ്ഫിയറിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇതല്ല, ഓസോണിൻ്റെയൊക്കെ സാന്നിധ്യം കാരണം ഇവിടെ ടെമ്പറേച്ചർ മുകളിലേക്ക് പോകുന്നതിന് കുറയല്ല, ടെമ്പറേച്ചർ കൂടും എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ പേരാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ. എന്താണ്? ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻവേർഷൻ എവിടെ നടക്കുന്നു? സ്ട്രാറ്റോസ്ഫിയറിൽ നടക്കുന്നു എന്ന് കൂട്ടുകാരെ വ്യക്തമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ലല്ലോ? മെസോസ്ഫിയറിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. മുകളിലേക്ക് തെർമോസ്ഫിയർ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള അയണോസ്ഫിയർ നമുക്ക് കാണുന്നുണ്ട്. ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുക? അതായത് അയണോസ്ഫിയർ കഴിഞ്ഞിട്ടാണ് സാധാരണ നമ്മൾ തെർമോസ്ഫിയർ എന്ന് വിചാരിക്കാറുള്ളത്. കാരണം ഈ അയണോസ്ഫിയർ അല്ലെങ്കിൽ തെർമോസ്ഫിയറിൻ്റെ ഈ ഭാഗത്താണ് അയോണുകൾ ധാരാളം. അയണോസ്ഫിയർ എങ്ങനെയാ വെച്ചാൽ ഒരു 600 കിലോമീറ്റർ മുകളിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇത് നമുക്ക് ഏതാണ്ട് ലഭിക്കുന്നത് അയണോസ്ഫിയർ. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് അയണോസ്ഫിയർ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എന്താണ്? ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണുകളുണ്ട്. ഇവ എന്ത് ചെയ്യും? ദേ റിഫ്ലക്ട് ബാക്ക് ദ റേഡിയോ വേവ്സ്. അതായത് എർത്ത് ഉണ്ടല്ലോ, അതായത് റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ നടത്തില്ലേ? ഈ റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ഈ അയണോസ്ഫിയർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ചാർജ്ഡ് അയോൺ പാർട്ടിക്കിൾസ് ഉള്ള കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സിഗ്നൽ അയച്ചിട്ട് അതെന്ത് ചെയ്യും? അതിൽ നിന്ന് തിരിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വാങ്ങാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭാഗത്തായിട്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളെ നമ്മൾ കൊണ്ടുപോയിട്ട് നിർത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത് കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ലല്ലോ? ഇനി തെർമോസ്ഫിയർ ഉണ്ട്. ഈ തെർമോസ്ഫിയറിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഇത് ഈ ഭാഗങ്ങൾ ഇത്തിരി എന്താണ് ഇൻ്റർവൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത് കുറേ ഭാഗങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ചില ഭാഗങ്ങൾ താഴെ മുതലേ തുടങ്ങും. മെസോസ്ഫിയറിൻ്റെ താഴെ മുതലേ തുടങ്ങിയിട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ തെർമോസ്ഫിയറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമുക്ക് അറോറ പോലെ ഈ അയണോസ്ഫിയറിനും അതിൻ്റെ കാരണം തന്നെയാണ്. അതായത് ഈ ഭാഗങ്ങളിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ സോളാർ വിൻഡ് ഉണ്ടല്ലോ, സോളാർ വിൻഡിൽ നിന്ന് വരുന്ന പ്ലാസ്മ പാർട്ടിക്കിൾസും മറ്റും എത്തിയിട്ട് എർത്തിൻ്റെ എന്താണ് അയണോസ്ഫിയർ ഉണ്ട് അല്ലേ, അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള നമുക്ക് ചുറ്റും ഒരു വലയമുണ്ടെന്ന് കൂട്ടുകാർക്കറിയാം അല്ലേ. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്? പോൾസിൻ്റെ അവിടെ, അതായത് എവിടെയാണ്? പോൾസിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുകയാണ്? ഇവ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. ഈ സോളാർ വിൻഡിൻ്റെ ഇവ തുടർച്ചയായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് അറോറാസും മറ്റും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രക്രിയ നമുക്ക് ലഭ്യമാകുന്നത്. ഇനി അതിനും മുകളിലാണ് എന്തുള്ളത്? നമുക്ക് എക്സോസ്ഫിയർ അല്ലെങ്കിൽ മാഗ്നറ്റോസ്ഫിയർ ഒക്കെ കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എക്സോസ്ഫിയറിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഏത്? മാഗ്നറ്റോസ്ഫിയർ. ഈ സമയത്ത് നമ്മൾ ഏതാണ്ട് 10,000 കിലോമീറ്റർ എന്ത് ചെയ്യുകയാണ്? തിക്നെസ്സിലേക്ക് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ എത്തിക്കുകയാണ്. ഇനി വേറൊരു കാര്യം കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ്? നമ്മളൊരു അറ്റ്മോസ്ഫിയർ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഈ മഴ, വെയിൽ, അല്ലെങ്കിൽ ഈ കാറ്റ്, ഇത്തരത്തിലുള്ള മേഘങ്ങൾ ഉണ്ടാവൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ട്രോപ്പോസ്ഫിയറിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് പ്രത്യേകം ആലോചിക്കുക. അതായത് ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക: വെതർ പാറ്റേൺസ്. എന്താണ് വെതർ പാറ്റേൺസ്? കാലാവസ്ഥാപരമായിട്ടുള്ള കാര്യങ്ങൾ. വെതർ പാറ്റേൺസ് ഏത് ഭാഗത്തിൽ കൺഫൈൻഡ് ആണ്? ഏത് ഭാഗത്ത് മാത്രമാണ് നമുക്ക് വെതർ പാറ്റേണുകൾ ലഭിക്കുക എന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതുക. ട്രോപ്പോസ്ഫിയറിലാണ് നമുക്ക് വെതർ പാറ്റേൺ കിട്ടുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ കൃത്യമായിട്ട് പറയുന്നത്? ട്രോപ്പോസ്ഫിയറിലാണ് നമുക്ക് വെതർ പാറ്റേണുകൾ ലഭിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് കൂട്ടുകാരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു ചോദ്യം മാത്രമാണ് പരിഗണിച്ചത് എന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ വളരെയധികം എന്താണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2 ചോദ്യങ്ങളിലൂടെ നമ്മൾ തുടർച്ചയായിട്ട് വരാറുള്ള കുറേയധികം ചോദ്യങ്ങളുടെ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് ശ്രമിക്കാം. അടുത്ത ചോദ്യം എന്താണ് കൂട്ടുകാരെ? നോക്കൂ. Which of the following may be considered as an appropriate definition of നാച്ചുറൽ റിസോഴ്സസ്? നാച്ചുറൽ റിസോഴ്സസിനുള്ള കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. നോക്കൂ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. എ നാച്ചുറൽ റിസോഴ്സ് ഈസ് അവൈലബിൾ ഓൺലി ഇൻ ഫോറസ്റ്റ്സ് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ആണോ? കാടുകളിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണോ നാച്ചുറൽ റിസോഴ്സുകൾ കൂട്ടുകാരെ? കാടുകളിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണോ നാച്ചുറൽ റിസോഴ്സുകൾ? എന്താണ് തോന്നുന്നത് കൂട്ടുകാർക്ക്? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. കാരണം എന്താണ്? കാടുകളിൽ നിന്ന് മാത്രമല്ല നമുക്ക് റിസോഴ്സുകൾ കിട്ടുന്നത്. കാടെന്ന് പറയുന്നത്
നാച്ചുറൽ റിസോഴ്സുകൾ കിട്ടുന്ന ഇടങ്ങളിൽ ഒന്ന് മാത്രമാണ്, അല്ലേ? നാച്ചുറൽ റിസോഴ്സുകൾ നമുക്കല്ലാതെ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കിട്ടുന്നുണ്ട്. മരുഭൂമികളിൽ നമ്മൾ പെട്രോൾ കുഴിച്ചെടുക്കാറില്ലേ, എക്സ്ട്രാക്ട് ചെയ്യാറില്ലേ? ഇപ്പോൾ എന്താ പറയുക, ഫിഷിംഗ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ലേ? ഫിഷിംഗ് ഫിഷ് നമുക്കൊരു നാച്ചുറൽ റിസോഴ്സ് അല്ലേ? ഹണ്ടിങ്, ഫോറസ്ട്രി എല്ലാം എന്താണ്? നാച്ചുറൽ റിസോഴ്സുകളാണ്, അല്ലേ? അതുകൊണ്ട് നാച്ചുറൽ റിസോഴ്സുകൾ ഫോറസ്റ്റുകളിൽ മാത്രമാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല, അത് തെറ്റാണ്. അടുത്ത എന്താണെന്ന് നോക്കൂ. എ നാച്ചുറൽ റിസോഴ്സ് ഈസ് എ മാൻ മെയ്ഡ് കൊമോഡിറ്റി. അത് കൃത്യമായിട്ട് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. നാച്ചുറലായിട്ട് നമുക്ക് ലഭിക്കുന്ന റിസോഴ്സുകളാണ് ഏത്? നാച്ചുറൽ റിസോഴ്സുകൾ. പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് എടുക്കാൻ കഴിയുന്നവയാണ് നാച്ചുറൽ റിസോഴ്സുകൾ, അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നാച്ചുറൽ റിസോഴ്സുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രികൾ ഏതൊക്കെയാണ്? മൈനിങ് ഉണ്ട്, പെട്രോളിയം ഉണ്ട്, അല്ലേ? എക്സ്ട്രാക്ഷൻസ് ഉണ്ട്, പെട്രോളിയം എക്സ്ട്രാക്ഷൻസ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ഹണ്ടിങ്ങും ഫോറസ്ട്രിയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മാൻമെയ്ഡ് ആണോ? ഇതൊന്നും മാൻമെയ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഡെഫിനിഷനും ശരിയല്ല. നാലാമത് നോക്കൂ. നാച്ചുറൽ റിസോഴ്സ് ഈസ് അവൈലബിൾ ഓൺലി ഓൺ ലാൻഡ് എന്ന് പറയുന്നു. ആണോ? തീർച്ചയായിട്ടുമല്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, കടലിൽ നിന്നും എന്താണ് പെട്രോൾ കുഴിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? കടലിൽ റിഗുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? താഴത്തേക്ക് അടിച്ചടിച്ച് താഴത്തേക്ക് ഇവ ഇറക്കുന്നത്, നമ്മൾ കടലിനുള്ളിലേക്ക് ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? റിഗുകൾ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ട്. അപ്പോൾ പെട്രോൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? നമ്മൾ അറിയാം, നമ്മളെ കടലുകളില്ലേ, കടലുകളിൽ എന്തുണ്ട് നമുക്കറിയാം? സീ സ്ലോപ്പുകളുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഓഷ്യൻ്റെ എന്താണ്, നമ്മൾ കോണ്ടിനെൻ്റൽ ഷെൽഫ് കഴിയുന്ന ആ കോണ്ടിനെൻ്റൽ ഷെൽഫിൻ്റെ ഭാഗങ്ങളിൽ നമുക്കറിയാം, കടൽ കയറി നിൽക്കുന്ന കോണ്ടിനെൻ്റൽ ഷെൽഫുകളിൽ നമ്മൾ തുടർച്ചയായിട്ട് എന്താണ് പെട്രോൾ തിരഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് ഡ്രിൽ ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലാൻഡിൽ മാത്രം, കരയിൽ മാത്രമാണോ ലഭ്യമാവുക? തീർച്ചയായിട്ടും അതും നമുക്ക് സ്വീകാര്യമല്ല. മൂന്നാമത്തേത് നോക്കൂ, അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. എ നാച്ചുറൽ റിസോഴ്സ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ മാൻകൈൻഡ്. വളരെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യവുമാണ്. കൂട്ടുകാർക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ നമ്മൾ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം നോക്കുക. നോട്ട് എ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. താഴെ തന്നിട്ടുള്ളവയിൽ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അല്ലാത്തതേത് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, അല്ലേ? എനർജി സോഴ്സുകളെ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാം. എനർജി സോഴ്സുകളെ നമ്മൾ കൺവെൻഷണൽ എന്ന പേരിൽ തിരിക്കാറുണ്ട് ഒരു ഗ്രൂപ്പായിട്ട്. അതുപോലെ തന്നെ എന്ത് പേരിൽ നമ്മൾ തിരിക്കാറുണ്ട്? നോൺ കൺവെൻഷണൽ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തിരിക്കാറുണ്ട്, അല്ലേ? നോൺ കൺവെൻഷണൽ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ തിരിക്കാറുണ്ട്. ഇത് കൂട്ടുകാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇനി ആദ്യമായിട്ട് കൺവെൻഷണൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ നമ്മൾ എടുക്കുകയാണ് എന്ന് വിചാരിക്കൂ കൂട്ടുകാർ. കൺവെൻഷണൽ റിസോഴ്സുകൾ, കൺവെൻഷണലായിട്ട് നമുക്ക് എനർജി തരുന്ന ഇടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ളവയാണ്. അവ എങ്ങനെയാണ്? അവ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ളവയാണ് നമ്മൾ കൺവെൻഷണൽ എന്ന പേരിൽ നമ്മൾ പറയാറുള്ളത്. എങ്ങനെയാണ്? നാച്ചുറലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവ ലിമിറ്റഡ് ആണ്. എന്താണ്? ഇവ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതായത് ഇവ എങ്ങനെയാണ്? ഇവ എക്സോസ്റ്റഡ് ആവും. കുറേ കാലം കഴിഞ്ഞാൽ ഇവ എന്ത് ചെയ്യും? കഴിയും. അതായത് പിന്നീട് അവ ഒരിക്കലും ഉണ്ടാക്കപ്പെടുകയില്ല എന്നല്ല, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ലെവലിൽ എന്ത് ചെയ്യില്ല? അത് റീപ്ലെനിഷ് ചെയ്യപ്പെടില്ല. കൺസ്യൂം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം? റീപ്ലെനിഷ് ചെയ്യപ്പെടണം. എന്നാലേ നമുക്ക് തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച്, ആ കുറയുന്നതിനനുസരിച്ച് റീപ്ലെനിഷ് ചെയ്യുന്നില്ല. ഇത്ര ഉപയോഗിക്കുന്നു, ഇത്രയേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? പകരം വയ്ക്കപ്പെടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവ ഇല്ലാതാകും, അല്ലേ? അതുകൊണ്ട് കൺവെൻഷണലായിട്ടുള്ള എന്താണ് സോഴ്സ് ഓഫ് എനർജികൾ അവ നാച്ചുറലി അവൈലബിൾ ആണ് നമുക്ക്. പക്ഷേ എങ്ങനെയാണ്? അവ ലിമിറ്റഡ് ഇൻ ക്വാണ്ടിറ്റി ആണ്. അവ എന്ത് ചെയ്യും? കുറച്ച് കാലം കഴിഞ്ഞാൽ അവ കഴിയും. അതുകൊണ്ട് തന്നെ ഇവയെ ഏത് പേരിൽ വിളിക്കാറുണ്ട്? ഇവ നോൺ റിന്യൂവബിൾ എനർജികളാണ്. എന്താണ്? നോൺ റിന്യൂവബിൾ. അവ റിന്യൂ ചെയ്ത് റീപ്ലെനിഷ് ചെയ്തെടുക്കാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഇവ ലിമിറ്റഡ് ആണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവ എന്താവും? ഇല്ലാതാവും. അതുകൊണ്ടാണ് ഇവയെ നോൺ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ളവയാണെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഈ കൺവെൻഷണൽ ടൈപ്പ് ഓഫ് എനർജികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലേ? എന്താണ്? ഓയിൽ, അല്ലേ? ഉപയോഗിച്ചാൽ അത് തീരും, നമുക്കറിയാം, അല്ലേ? അത് പിന്നീട് ഉണ്ടാവുമോ? കുറേ വർഷങ്ങൾ, മില്യൺസ് ഓഫ് വർഷങ്ങൾ കഴിഞ്ഞ് ഉണ്ടാവും. പക്ഷേ എടുക്കുന്ന റേറ്റിൽ അത് ഉണ്ടാവില്ല. കോളുണ്ടോ? കോള് തീർച്ചയായിട്ടും ഉണ്ട്. നാച്ചുറൽ ഗ്യാസ് ഉണ്ടോ? നാച്ചുറൽ ഗ്യാസ് ഉണ്ട്.
പെട്രോളിയം പ്രൊഡക്ട്സ് ഇല്ലേ, പെട്രോളിയം പ്രൊഡക്ട്സ് ഉണ്ട്. അതുപോലെ ന്യൂക്ലിയർ ഫ്യൂവൽ എന്താണ്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവ കഴിഞ്ഞു അല്ലേ, ന്യൂക്ലിയർ ഫ്യൂവൽ കഴിഞ്ഞു. അതിന് ശേഷം എന്തുണ്ട്, നമ്മുടെ ഹൈഡൽ പവറുകളുണ്ട് അല്ലേ. ഇവയൊക്കെ എങ്ങനെയാണ്, ഇവയൊക്കെ കൺവെൻഷണൽ പവറിന് ഉദാഹരണമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് കൺവെൻഷണൽ എനർജി സോഴ്സുകളെന്നും ഉദാഹരണങ്ങൾ മനസ്സിലായില്ലേ? ഇനി നോൺ കൺവെൻഷണൽ സോഴ്സുകൾ എന്തൊക്കെയാണ് എന്ന് കൂട്ടുകാർ ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയായിരിക്കും അപ്പോൾ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജികൾ? നോൺ കൺവെൻഷണൽ സോഴ്സുകൾ അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ഇൻഎക്സ്ഹോസ്റ്റബിൾ ആണവ. എന്താണ്? ഇൻഎക്സ്ഹോസ്റ്റബിൾ ആണ്, അതായത് ഇവ തീരില്ല. ഇവ ഇങ്ങനെ എന്താണ്, നമുക്കിവ തുടർച്ചയായിട്ട് ഇവ ലഭിച്ചുകൊണ്ടിരിക്കും. ഇവയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇവ വലിയ രീതിയിൽ പ്രത്യേകിച്ച് പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാക്കില്ല എന്നതാണ് അടുത്ത ഒരു ഗുണം. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നോൺ കൺവെൻഷണൽ ആയിട്ടുള്ളവയ്ക്ക് നമ്മൾ വുഡ് എന്താണ് ഇതിനൊരു ഉദാഹരണമാണ്. സോളാർ എനർജികൾ നമുക്ക് എന്താണ് ഇതിനൊരു ഉദാഹരണമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ സോളാർ പോലെ അതിനൊപ്പം ഓർന്ന് വരുന്ന എന്താണ്, വിൻഡ് എനർജി ഇതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. പിന്നെ നമ്മുടെ ഹൈഡ്രോ പവർ ഉണ്ടാക്കില്ലേ നമ്മൾ, ഈ ഹൈഡ്രോ പവർ എന്താണ് ഇതിന് വളരെ ഒരു ഉദാഹരണമാണ്. നമ്മൾ തിരമാലകളിൽ നിന്നുണ്ടാക്കുന്ന ടൈഡൽ എനർജി ഇല്ലേ, അത് വലിയൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഹോട്ട് സ്പ്രിങ്ങുകളെയും മറ്റുമൊക്കെ ഉപയോഗിച്ച് ജിയോ തെർമൽ എനർജി നമ്മൾ ഉണ്ടാക്കാറില്ലേ, ഐസ്ലൻഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, അവിടെ ജിയോ തെർമൽ. ബയോമാസ് ഉണ്ടാക്കാറില്ലേ നമ്മൾ, ഇവയൊക്കെ ഉദാഹരണമാണ്. അപ്പോൾ ഇതിലൊന്നാണ് ഇത് വിൻഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. വിൻഡ് മില്ലാണ് ഈ തന്നിട്ടുള്ളവയിൽ കൺവെൻഷണൽ സോഴ്സ് അല്ലാതെ, നോട്ട് എ കൺവെൻഷണൽ സോഴ്സ്. ബാക്കി നോക്കൂ, നാച്ചുറൽ ഗ്യാസ് അല്ല, പെട്രോളിയം അല്ല, കോള് അല്ല. വിൻഡ് മില്ലാണ് ഏത് കൺവെൻഷണൽ സോഴ്സ് അല്ലാത്ത ഒരെണ്ണമുള്ളത്. നോക്കൂ, നാച്ചുറൽ ഗ്യാസ് നമ്മളിവിടെ പറഞ്ഞു അല്ലേ, നാച്ചുറൽ ഗ്യാസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പെട്രോളിയം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, കോള് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൺവെൻഷനിൽ നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള എന്തായിരുന്നു, എനർജി സോഴ്സുകളായിരുന്നു. കൃത്യമാണല്ലോ, സംശയങ്ങളില്ലല്ലോ ആ കാര്യത്തിൽ. അപ്പോൾ അത് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ കൺവെൻഷണൽ എനർജി എന്ത്, നോൺ കൺവെൻഷണൽ എനർജി എന്ത്, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജികളുടെ മറ്റ് പേരുകൾ. അതായത് കൺവെൻഷണൽ എനർജിയെ നമ്മൾ നോൺ റിന്യൂവബിൾ എന്ന് കൂടി വിളിക്കുന്നുണ്ട്. നോൺ കൺവെൻഷണൽ എനർജിയെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, ഇൻഎക്സോസ്റ്റബിൾ ആണവ, അല്ലെങ്കിൽ നോ പൊല്യൂഷൻ ഉണ്ടാക്കുന്നവയാണവ എന്ന് നമുക്കറിയാം. ഇവയുടെയൊക്കെ ഉദാഹരണങ്ങളും നമ്മൾ വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓർത്ത് വയ്ക്കുക. ഇത് എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ഇതുപോലെ തന്നെ അങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. എളുപ്പത്തിലൊരു മാർക്ക് കിട്ടാനുള്ള വഴിയാണ്. എന്ത് ചെയ്യരുത്, മറന്നു പോയിട്ട് തെറ്റിക്കരുത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 25ാമത് ചോദ്യം എന്താണ് കൂട്ടുകാർ? 25ാമത് ചോദ്യം പല തവണ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ് അബൌട്ട് എൽ നിനോ? താഴെ തന്നിട്ടുള്ളവയിൽ എൽ നിനോയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്നതാണ് ചോദ്യം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു മാപ്പ് വരയ്ക്കട്ടെ. ഇതെന്താ അറിയോ, ഇത് ഓസ്ട്രേലിയയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഇന്തോനേഷ്യ, മലേഷ്യ അവരൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ ഫിലിപ്പീൻസ് കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ജപ്പാൻ്റെയും മറ്റുള്ള ഭാഗങ്ങൾ തുടങ്ങുകയാണ്. ഇങ്ങനെ ഇവിടെ അലാസ്ക, താഴത്തോട്ട് നമ്മുടെ നമ്മുടെ അമേരിക്കയുടെ ഭാഗം കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് താഴത്തോട്ട് ആര് കിടക്കുന്നുണ്ട്, സൗത്ത് അമേരിക്കയും കിടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇത് പസഫിക് ഓഷനുമാണ്. കൃത്യമാണല്ലോ. ഞാൻ വരച്ചതിൽ ഇത്തിരി പ്രശ്നമൊക്കെ പറ്റിയിട്ടുണ്ട്, എന്നാലും ഒന്ന് ക്ഷമിക്കുക നിങ്ങൾ. അപ്പോൾ ഇത് ഓസ്ട്രേലിയ, ഇത് സൗത്ത് അമേരിക്ക, ഇത് നോർത്ത് അമേരിക്ക, ഇത് സൗത്ത് അമേരിക്ക, ഇത് എന്താണ്, ഓസ്ട്രേലിയ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതാണ്ട് ഭൂമധ്യരേഖ എങ്ങനെ കടന്നു പോകുന്നുണ്ട്, ഇങ്ങനെ ഭൂമധ്യരേഖ കടന്നു പോകുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ കറക്റ്റല്ല, ഇത് ശരിക്കും ഭൂമധ്യരേഖ ഇവിടെ താഴത്ത് കൂടെ കടന്നു പോവുക. ഞാൻ വരച്ചാലേ തെറ്റാണെന്ന് ഒന്ന് ക്ഷമിക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക തൽക്കാലത്തേക്ക്. അപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. എന്താണ് എൽ നിനോ അടിസ്ഥാനപരമായിട്ട് എൽ നിനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനാണ് അതിൻ്റെ ശരി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ, ഇറ്റ് ഈസ് ആൻ അൺയൂഷ്വൽ വാർമിങ്. ഈ വാർമിംഗ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. വാർമിംഗ് ഓഫ് സർഫേസ് വാട്ടേഴ്സ് ഓഫ് പസഫിക് ഓഷ്യൻ. അതായത് വളരെ ചുരുക്കി പറയണേ കൂട്ടുകാരെ, നമ്മുടെ ഈ നടുവിൽ നിന്ന് പിന്നീട് ഇപ്പുറത്തേക്ക് ഈ ഒരു ഭാഗം, ഞാൻ ആ മാപ്പ് മാറ്റി വരയ്ക്കുകയാണ്, അത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ ഓസ്ട്രേലിയ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ എന്തുണ്ട്, നമ്മുടെ സൗത്ത് അമേരിക്കയുണ്ട്, മുകളിലേക്ക് എന്ത് കിടക്കുന്നുണ്ട്, നോർത്ത് അമേരിക്ക കിടക്കുന്നുണ്ട്. ഇവിടെയാണ് എന്ത്, മലേഷ്യ, ബാക്കിയുള്ള ആൾക്കാർ, ഇന്തോനേഷ്യ, മലേഷ്യയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മുടെ എന്ത് പോകുന്നുണ്ട്, ഭൂമധ്യരേഖ, ഇക്വേറ്റർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെറു ഒക്കെ അല്ലേ ഇവിടെ,
പെറുവിൻ്റെയൊക്കെ ഭാഗം താഴത്തേക്ക് ചിലി കിടക്കുന്നുണ്ട് അല്ലേ. ഈ ഭാഗത്തുണ്ടല്ലോ ഇക്വഡോർ, ഇവിടെ മുകളിൽ ഇക്വഡോറിൻ്റെയൊക്കെ ഭാഗമില്ല, ഈ ഭാഗത്തായിട്ട് എന്ത് വരും ഒരു കൂട്ടുകാർക്ക്, ഈ ഭാഗത്തെ സർഫേസ് വാട്ടർ എന്ത് ചെയ്യും, ചൂട് കൂടും. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം ഇവിടെ ഇക്വറ്റോറിയൽ എന്തുണ്ട്, വാം കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഇത്തിരി വാം കറണ്ടാണ്. ഇത് എന്ത് ചെയ്യുകയാണ്, ചില കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഈ പെറുവിൻ്റെ ഇവിടെ നിങ്ങൾക്ക് അറിയാം അല്ലേ, എവിടെയാണ് ഇവിടുത്തെ കറണ്ടിൻ്റെ പേരെന്താ, ഇതൊരു പെറു കറണ്ട് അല്ലേ, പെറൂവിയൻ കറണ്ട് അല്ലെങ്കിൽ ഹംബോൾട്ട് കറണ്ട് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് അല്ലേ. ഹംബോൾട്ട് കറണ്ട് അല്ലെങ്കിൽ പെറൂവിയൻ കറണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ, ഇതൊരു കോൾഡ് കറണ്ടാണ് അല്ലേ. ഇതൊരു കോൾഡ് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് താഴെ പോകുന്ന അതിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന കോൾഡ് കറണ്ടാണ് ഇത്, പെറൂവിയൻ കറണ്ട് അല്ലെങ്കിൽ ഹംബോൾട്ട് കറണ്ട്. ഇതിനെ എന്ത് ചെയ്യുകയാണ്, ഇവിടുത്തെ ഈ ചൂട്, അതായത് പസഫിക്കിൻ്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ്റെ സർഫേസിൽ എന്ത് ചെയ്യുകയാണ്, ചൂട് കൂടിയിട്ട് ഈ ഭാഗങ്ങളിലേക്ക് എന്താണ്, ഈ ചൂടുള്ള ഈ ഒരു എന്ത് വരികയാണ്, വെള്ളം സർഫേസിലേക്ക് വരികയാണ്. ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് പെറുവിൻ്റെ, അതായത് ഇവിടെ ഇങ്ങനൊരു എന്താ പറയുക കോൾഡ് കറണ്ട് പോകുന്നത് കാരണം തന്നെ ഇവിടെ എന്തായിരിക്കും, ഈ ഭാഗങ്ങൾ വളരെ അറിഡാണ് അല്ലേ. നമുക്കറിയാം ഈ ഭാഗങ്ങളിലേക്കുള്ള മരുഭൂമികളാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം കൂട്ടുകാർക്കറിയാം അല്ലേ. നമ്മുടെ ചിലിയുടെ താഴെ നിന്ന് തുടങ്ങിയിട്ട് മുകളിലേക്ക് വരെ, അതായത് പെറുവിൻ്റെ ഭാഗത്ത് വരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്ത് അറിയുന്നുണ്ട്, നമുക്കറിയുന്നുണ്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള മരുഭൂമികൾ നമുക്കുണ്ട് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഏത് ഡെസേർട്ടാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള അറ്റക്കാമ ഡെസേർട്ട്. അറ്റക്കാമ ഡെസേർട്ട് എവിടെയായിട്ടാണുള്ളത് കൂട്ടുകാരെ, ചിലിയിലാണ് അറ്റക്കാമ ഡെസേർട്ട് ഉള്ളത് അല്ലേ. ഇതൊക്കെ കൂട്ടുകാർക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ അവിടെ ഡ്രൈ ആയി കിടക്കാൻ കാരണം എന്താ, ഇവിടെയുള്ള ഈ ഹംബോൾട്ട് കറണ്ടാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? കാരണം എന്ത് കിട്ടില്ല, ആ ഒരു ഈർപ്പം കിട്ടില്ല. വാം കറണ്ട് ആണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഈർപ്പം കിട്ടുന്നത്. കോൾഡ് കറണ്ട് ഡ്രൈ ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡ്രൈ ആയി മാറുന്നത്. പക്ഷേ ഇതെന്ത് ചെയ്യുകയാണ്, സാധാരണഗതിയിലുള്ള അവിടെയുള്ള മൊത്തം സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു, ഈ എൽ നിനോ വരുമ്പോൾ മൊത്തം മാറ്റങ്ങൾ വരിക. അപ്പോൾ എൽ നിനോ അടിസ്ഥാനപരമായിട്ട് എന്താണ്, പസഫിക് ഓഷ്യൻ്റെ സർഫേസിൽ വെള്ളത്തിന് സാധാരണഗതിയിൽ കൂടുതൽ ചൂടാകുകയാണ്. എന്നിട്ട് അവ എന്ത് ചെയ്യുന്നുണ്ട്, അവ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. പിന്നീട് ട്രേഡ് വിൻഡുകളുടെയും മറ്റും ആക്ട് കാരണം ഈ ചൂടുവെള്ളം ഇപ്പുറത്തേക്ക് എത്തുക ചെയ്യും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അടിസ്ഥാനപരമായിട്ട് ഇതാണ് സംഭവിക്കുന്നത് കൂട്ടുകാർ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, എൽ നിനോ ഇങ്ങനെ നടക്കുന്ന സ്ഥലത്ത്, എൽ നിനോയുടെ പേരിൻ്റെ പ്രധാനപ്പെട്ട എന്താണ്, ലിറ്റിൽ ബോയ്. ഈ എൽ നിനോ ഒരു എന്താണ്, ഒരു സ്പാനിഷ് പേരാണ് ലിറ്റിൽ ബോയ് എന്ന്. അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ, ഈ എൽ നിനോയുടെ മറ്റൊരു കാര്യം എന്താ പറയുന്നത്, ക്രൈസ്റ്റ് ചൈൽഡ്. എന്താണ്, ക്രൈസ്റ്റ് ചൈൽഡ്. ഈ രണ്ട് പേരും ഉണ്ട് ഇതിന്. അതായത് നമ്മുടെ പെറുവിലും ഇക്വഡോറിലും മറ്റൊക്കെയുള്ള മീൻ പിടിക്കാൻ പോകുന്ന ആളുകളില്ലേ, ഈ ആളുകൾ ഡിസംബർ മാസത്തിൽ ഏതാണ്ട് ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഒരു 3 മുതൽ 7 വർഷങ്ങളുടെ ഇടയിൽ 3 മുതൽ 7 വർഷങ്ങൾ കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സർഫേസ് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്, കൂടുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നുണ്ടെന്ന് അവരെന്ത് ചെയ്യുകയാണ്, അവർ നിരീക്ഷിക്കുകയാണ്. ഇവരാണ് ഈ ഒരു എൽ നിനോ എന്നുള്ള പേര്, ലിറ്റിൽ ബോയ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് ചൈൽഡ്, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഡിസംബർ മാസത്തിൽ നടക്കുന്നത് കാരണം ഇത്തരത്തിലുള്ളൊരു പേര് കൊടുക്കുന്നത്. അപ്പോൾ 3 മുതൽ 7 വർഷത്തിനിടയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് സംഭവിക്കുന്നത് എന്ന കാര്യം കൂടി കൂട്ടുകാർ എന്ത് ചെയ്യുക, ആലോചിക്കുക. ഇത് അടിസ്ഥാനപരമായിട്ട് എന്താണ്, ഈ നമ്മളുടെ ഇവിടത്തെയുള്ള ഒരു നമ്മളുടെ ഈ ഒരു വാം ഇക്വറ്റോറിയൽ കറണ്ട് ഇല്ലേ, ഇക്വറ്റോറിയൽ കറണ്ട് നമ്മൾ കറണ്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത്. ഇങ്ങനെ ഇക്വറ്റോറിയൽ കറണ്ട് വാം കറണ്ടാണ്. ഈ ഇക്വറ്റോറിയൽ കറണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് എന്തിനെടുത്താൽ മതി, ഈ എൽ നിനോയുടെ ഈ ഒരു വാമിംഗ് എഫക്റ്റിനെ എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എവിടെ ഉണ്ടാക്കുന്നുണ്ട്, ലോകത്തിൽ മൊത്തം ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ അവിടെയുള്ള ഹരിക്കെയിനുകൾ, ഭയങ്കര ശക്തമായിട്ടുള്ള ഹരിക്കെയിനുകൾ അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഉണ്ടാകാറുണ്ട്. ഈ ഹരിക്കെയിനുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു, ഇവർ കുറയ്ക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓസ്ട്രേലിയയുടെ വെസ്റ്റേൺ പാർട്ടുകളിൽ പലയിടങ്ങളിലും ബുഷ് ഫയറുകൾ, ഓസ്ട്രേലിയയിൽ ബുഷ് ഫയറുകൾ എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു ഓസ്ട്രേലിയയിൽ. ഇന്ത്യയിൽ മൺസൂൺ എന്ത് ചെയ്യുകയാണ്, മൺസൂൺ വളരെയധികം എന്താകുന്നു, ശക്തി കുറഞ്ഞ് താഴത്തേക്ക് വരികയാണ്. നമ്മളുടെ ഇന്ത്യൻ മൺസൂണിനെ എല്ലിനോ വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് ചൈനയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് വലിയ ഫ്ലഡുകൾക്ക് കാരണമാകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എന്താണ്, വളരെയധികം എന്താ പറയുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമായിട്ട് എൽ നിനോ മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെസ്റ്റേൺ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ അവിടെ നമ്മൾ ഹെറോൾഡ് സെല്ല് എന്നൊക്കെ പറഞ്ഞ പല സെല്ലുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവയുടെയൊക്കെ ഒരു കമ്പൈൻഡ് പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് അടിസ്ഥാനപരം ഉണ്ടാകുന്നത്. ഞാൻ വളരെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഒരു വെസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റ് വീശുകയും ഇവിടുത്തെ ഈ വാം വാട്ടർ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ വന്നിട്ടുള്ള വാം വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് നീക്കം ചെയ്യപ്പെടുകയും അതിന് ഫലമായിട്ട് ഈ പെറൂവിയൻ തീരത്തും ചിലി പെറൂവിയൻ
തീരത്ത് ഒരു സ്റ്റെബിളായിട്ടുള്ള അപ്വെല്ലിങ്, അതായത് താഴെ നിന്നുള്ള തണുത്ത വെള്ളം മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. ഈ അപ്വെല്ലിങ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ അപ്വെല്ലിങ് നടക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ അടിയിൽ നിന്നുള്ള എന്താണ് പ്ലാങ്ക്ടൺസും മറ്റും എന്ത് ചെയ്യും? മുകളിലേക്ക് പൊങ്ങി വരും. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇത് ഇതിന് മീൻ വരും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? പല വ്യത്യാസങ്ങളും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ലോകത്തിലെ ഒന്നാകെയുള്ള ഒരുപാടിടങ്ങളിൽ എന്ത് ചെയ്യുകയാണ്? മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. ഞാൻ ഈ അപ്വെല്ലിങ് നടക്കുന്നത് നമ്മളുടെ അമേരിക്കയുടെ ഈ വെസ്റ്റേൺ പടിഞ്ഞാറൻ തീരത്താണ് ഞാൻ പറയുന്നത്. ഈ അപ്വെല്ലിങ് നടക്കുന്നത് എല്ലാവരുടെയും നടക്കുന്നതെന്നല്ല ഉദ്ദേശിച്ചത്, ആ ഭാഗത്ത്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ പ്രദേശത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എന്താണ്? ഈ രീതിയിൽ ലോകത്തെല്ലാ ഇടങ്ങളിലും എന്താണ് ഉള്ള കാലാവസ്ഥയെ വളരെ കൃത്യമായിട്ട് ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ് എൽ നിനോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി, നമ്മൾ മനസ്സിലാക്കി. ഇന്ത്യ ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ എൽ നിനോ. ശരിയാണോ? അല്ല, നമ്മുടെ മൺസൂണിനെ ബാധിക്കുന്നുണ്ട്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദ മെഡിറ്ററേനിയൻ സീ. ആണോ? അല്ല, പസഫിക് ഓഷ്യനിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ് ഈസ് അൺയൂഷ്വൽ കൂളിംഗ് ഓഫ് സർഫേസ് വാട്ടർ ഇൻ പസഫിക് ഓഷ്യൻ. കൂളിംഗ് ആണോ നടക്കുന്നത് പസഫിക് വാട്ടറിൻ്റെ? അല്ല, എന്താണ്? വാമിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ ആണോ കൂട്ടുകാരെ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത് അവിടെ എന്നുള്ളത്? ഓക്കെ ആണെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് മുന്നേറാം. എന്താണ് അടുത്ത ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഓഫ് സുനാമി എന്നാണ് പറയുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ സുനാമിക്ക് കാരണമാകാത്തതേതെന്ന് ചോദിക്കുന്നു. ഇതൊരു കോമഡി ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് കണ്ടാൽ നമ്മൾ ആൻസർ ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകേണ്ടതാണ്. സോയിൽ ഇറോഷൻ അല്ലേ? സോയിൽ ഇറോഷൻ തീർച്ചയായിട്ടും സുനാമിക്ക് കാരണമാവില്ലല്ലോ. വോൾക്കാനിക് ഇറപ്ഷൻസ് കാരണമാകുമോ? ആകും. അതിശക്തമായ വോൾക്കാനിക് ഇറപ്ഷൻസ് എന്തിന് കാരണമാണ്? സുമാത്രയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അവിടുത്തെ വലിയ വലിയ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? വലിയ സുനാമി തിരകൾ കാണാൻ പറ്റുന്നുണ്ട്. എർത്ത് ക്വാക്കുകൾ തീർച്ചയായിട്ടും കാരണമാണ്. സബ്മറൈൻ ലാൻഡ് സ്ലൈഡുകൾ, അതായത് പ്രത്യേകിച്ച് സബ്മറൈൻ ലാൻഡ് സ്ലൈഡുകൾ അടിസ്ഥാനമായിട്ട് പലപ്പോഴും ഉണ്ടാവുക നമ്മുടെ കോണ്ടിനെൻറ്റ് കഴിഞ്ഞിട്ട് കോണ്ടിനെൻ്റൽ സ്ലോപ്പുകളും മറ്റും ഉണ്ടാവില്ലേ? ഇവിടെ മുതൽ കടൽ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ മുതൽ കടലുണ്ടാവും. ഈ ഭാഗങ്ങളിൽ ഭയങ്കരമായിട്ട് എന്തുണ്ടാകും? നമ്മളുടെ സെഡിമെൻറ്റ്സും മറ്റൊക്കെ ഉള്ള ഭാഗങ്ങളിൽ ചിലപ്പോൾ അതെന്തും ലാൻഡ് സ്ലൈഡ് സ്ലിപ്പായിട്ട് താഴത്തേക്ക് പോകും. ഇതെന്ത് ചെയ്യും? ഒരു വലിയ എമൗണ്ട്, ഇത് വളരെ ചെറിയ വരച്ചിരിക്കുന്നത്, പക്ഷേ ഇത് വലിയൊരു ഏരിയ ആയിരിക്കും ഉണ്ടാവുക. ഈ ലാൻഡ് സ്ലൈഡ് എന്തിന് കാരണമാകും? മുകളിൽ നിന്നുള്ള വെള്ളത്തിനെ, അത് ഇവിടെ ഗ്യാപ്പ് വരുമല്ലേ, അപ്പോൾ അവിടേക്ക് മുകളിൽ നിന്നുള്ള വെള്ളം പുഷ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ എന്തുണ്ടാകും? ഒരു താഴ്ച ഉണ്ടാവും അല്ലേ? അത് തിരിച്ച് റീഫില്ല് ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ഒരു വലിയ ഒരാൾ കല്ല് എറിഞ്ഞിട്ടൊരു കുഴി ഉണ്ടായിട്ട് ആ കുഴി ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ തിര പോലെ വരില്ലേ? ആ എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് അതൊരു സുനാമി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സബ്മറൈൻ ലാൻഡ് സ്ലൈഡുകൾ, എർത്ത് ക്വേക്കുകൾ, വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സുനാമിക്ക് കാരണമാകും. പക്ഷേ സോയിൽ ഇറോഷൻ അതിനൊരു കാരണമല്ല. ഒരുമാതിരി ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു മാർക്ക് തരാൻ വേണ്ടിയിട്ട് തന്ന ഓപ്ഷൻ പോലെയുണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? അതൊക്കെ നമ്മളിങ്ങോട്ട് എടുക്കുക. ഇനി സുനാമി എന്ന് പറഞ്ഞ സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ കൂട്ടുകാരെ. അതായത് ഒരിക്കൽ NTPCയിലോ SSCയിലോ എവിടെ ഒരു സ്ഥലത്ത് ചോദിച്ച ചോദ്യമായിരുന്നു നമ്മളുടെ 2004 നമ്മളുടെ സുനാമിയിലെ അതിൻ്റെ ഡേറ്റ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് PSC ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ഏതായിരുന്നു? ഡിസംബർ 26, 2004. 2004 ക്രിസ്മസ് കഴിഞ്ഞുള്ള ദിവസം ഡിസംബർ 26, 2004 നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ നമ്മുടെയൊക്കെ ഒരു 30 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതാണ്ട് അതുവരെയുള്ള ആൾക്കാർക്കൊക്കെയാണ് എനിക്കൊരു 30 വയസ്സൊക്കെയുള്ള ആളുകൾക്കായിരിക്കും അത് ഏതാണ്ടൊരു വേഗ് മെമ്മറി ആയിട്ട് കിടക്കുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. ഏതാണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ സുനാമി എന്ന വാക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കാരണമായൊരു സുനാമി 2004 ഡിസംബർ 26. പിന്നീട് ജപ്പാനീസ് സുനാമിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ തീരത്ത് ശക്തമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിഭാസമായിരുന്നു ഈ സുനാമി എന്ന് കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അതിൽ സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഡാഷ് ഈസ് ദ സ്റ്റഡി ഓഫ് എർത്ത് ക്വേക്സ് എന്നതാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. എർത്ത് ക്വേക്കുകളെ കുറിച്ചിട്ടുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത്? എന്താണ് കൂട്ടുകാരെ? തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അല്ലേ? സീസ്മോളജി അല്ലേ? സീസ്മോളജിയാണ് എർത്ത് ക്വേക്കുകളെ കുറിച്ചിട്ടുള്ള പഠനം. എർത്ത് ക്വേക്കുകളെ കുറിച്ച് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കാനുണ്ട്? എർത്ത് ക്വേക്കുകൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇറ്റ് ഈസ് ദ വൈബ്രേഷൻ ഓഫ് എർത്ത് സർഫേസ്. എർത്തിൻ്റെ സർഫേസ് ഉപരിതലം വൈബ്രേറ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ട്? ഡ്യൂ ടു ദ എൻഡോജനിക് ഫോഴ്സസ് ഓഫ് എർത്ത്. എന്താ എൻഡോജനിക്? ഭൂമിയുടെ അടിയിൽ നിന്ന് ഉള്ള ചില കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് എന്താണ്? ഫോഴ്സ് എത്തുകയാണ് അല്ലേ? അപ്പോൾ എൻഡോജനിക് ഫോഴ്സുകൾ കാരണം എർത്തിൻ്റെ സർഫേസ് ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയാണ്. ഇനി ഈ എർത്ത് ക്വേക്കിനെ നമ്മൾ അളക്കാൻ, നമ്മൾ ഇങ്ങനെ ഇതാണ് എർത്തിൻ്റെ ഒരു പോർഷൻ എന്ന് വിചാരിക്കുക കൂട്ടുകാരെ. ഓക്കെ,
ഈ എർത്ത് ക്വേക്ക് അടിയിലത്തെ പ്ലേറ്റുകളുടെ എവിടെയെങ്കിലും മൂവ്മെൻറ്റ് കാരണമാണ് ഉണ്ടാകുന്നത് അല്ലേ. 2 പ്ലേറ്റുകൾ ഉണ്ടാവും. ആ പ്ലേറ്റ് ചിലപ്പോൾ എന്തായിരിക്കും, ഇങ്ങനെ ഒരു പ്ലേറ്റ് കിടക്കുന്നുണ്ടാവും, ഇപ്പുറത്ത് എന്താണ് വേറൊരു പ്ലേറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ പ്ലേറ്റുകളുടെ ഈ എന്താ പറയുക അതിർത്തിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ ആയിരിക്കും ചിലപ്പോൾ ഭൂകമ്പം ഉണ്ടാവുക. ഈ പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ലിപ്പാവുമ്പോഴേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭൂകമ്പം ആ ഫോഴ്സ് ആ സ്ലിപ്പാവുമ്പോൾ, ഈ പ്ലേറ്റ് രണ്ടും സ്ലിപ്പാവുമ്പോഴുള്ള ഫോഴ്സാണ് ഭൂകമ്പമായി മാറുന്നത്. ഈ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിനെയാണ് ഫോക്കസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഈ പോയിൻ്റാണ് ഫോക്കസ്. ഇനി ഈ ഫോക്കസിൽ നിന്ന് നമ്മളുടെ സർഫേസിലേക്ക് ഏറ്റവും കുറഞ്ഞ ദൂരം എങ്ങനെയായിരിക്കും? ഒരു പെർപെൻഡിക്കുലർ വരച്ചാലാണ് കിട്ടുക അല്ലേ. ഇങ്ങനെ വരച്ചാൽ അത് ഏറ്റവും അടുത്തുള്ള ദൂരമാണോ? അല്ല. ഇങ്ങനെ വരച്ചാൽ അത് ഏറ്റവും അടുത്തുള്ള ദൂരമാണോ? അല്ല. ഏറ്റവും അടുത്തുള്ള ദൂരം നേരെ പെർപെൻഡിക്കുലർ. അതായത് ഈ ഫോക്കസിൽ നിന്ന് സർഫേസിലേക്ക് ഏറ്റവും ആദ്യം ഈ ഭൂകമ്പത്തിൻ്റെ വേവ് എത്തുക ഏറ്റവും അടുത്തുള്ള ദൂരത്തേക്കല്ലേ. ഇതിനെയാണ് ഈ നേരെ മുകളിൽ പെർപെൻഡിക്കുലർ വരച്ചാൽ കിട്ടുന്ന, അല്ലെങ്കിൽ ഭൂകമ്പത്തിൻ്റെ വേവ് ഫോക്കസിൽ നിന്ന് ആദ്യം എത്തുന്ന ഈ പ്രദേശത്തിൻ്റെ പേരാണ് എന്ത്? എപ്പിസെൻറ്റർ. എന്താണ് വിളിക്കുക അതിനെ? എപ്പിസെൻറ്റർ. മനസ്സിലായോ? അപ്പോൾ ഫോക്കസും എപ്പിസെൻറ്ററും ഈ രീതിയിൽ കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇങ്ങനെ ഫോക്കസിൽ നിന്ന് 360 എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുകയാണ്? എർത്ത് വേവുകൾ പോവുകയാണ്. ഈ പോകുന്ന വേവുകളുടെ പേരാണ് എന്ത്? സീസ്മിക് വേവ്. എന്താണ്? സീസ്മിക് വേവ്. ഈ സീസ്മിക് വേവുകളുടെ വരവിനെക്കുറിച്ച്, അവയെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. മനസ്സിലായ കൂട്ടുകാർക്ക്? എർത്ത് ക്വേക്കിനെ കുറിച്ചുള്ള പഠനത്തിനപ്പോൾ വിളിക്കുന്ന പേരെന്താണ്? സീസ്മോളജി. ഓക്കെ അല്ലേ കൂട്ടുകാരെ? സംശയങ്ങളില്ലല്ലോ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? എർത്ത് ക്വേക്കിൽ എത്ര എനർജി റിലീസ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് എന്ന് നമ്മൾ അളക്കുന്നത് റിക്ടർ സ്കെയിലിലാണ്. ഈ റിക്ടർ സ്കെയിൽ 0 മുതൽ 10 വരെയുള്ള സ്കെയിൽ വെച്ചാണ് നമ്മൾ അളക്കാറുള്ളത്. ഇതിൽ 7 മുതൽ മുകളിലോട്ടുള്ളവ വളരെയധികം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഭൂകമ്പങ്ങളാണ്. ഇവയാണ് പലപ്പോഴും എന്തുണ്ടാക്കുക? സുനാമികൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാവുന്നത്. സുനാമികൾക്ക് മറ്റൊരു പേരുണ്ട്, ജപ്പാനീസ് പേരാണ്. ആ പേരെന്തായിരുന്നു കൂട്ടുകാരെ? ഹാർബർ വേവുകൾ. എന്താണ്? ഹാർബർ വേവുകൾ എന്നായിരുന്നു സുനാമികളുടെ ശരിക്കുള്ള. ഹാർബർ വേവ് എന്നാണ് സുനാമിയുടെ ജപ്പാനീസിലേക്ക് നമ്മൾ മാറ്റിയ അവയുടെ അർത്ഥം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 0 മുതൽ 10 വരെയുണ്ട്. ഈ 5-ന് താഴെ വരുന്ന എന്താ പറയുക ഭൂകമ്പങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും അധികവും ഉണ്ടാക്കാറില്ല. 5-ന് മുകളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കും. 7-ന് മുകളിലേക്കുള്ളവയാണ് സുനാമി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളവ. 8-ന് മുകളിലേക്കുള്ളവ വളരെയധികം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എർത്ത് ക്വേക്കുകളായിരിക്കും. ഇനി മാഗ്നിറ്റ്യൂഡ്, എനർജി റിലീസ് നമ്മൾ കണ്ടു. ഇൻറ്റൻസിറ്റി, അതായത് എന്താ ഇൻറ്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിസിബിൾ ഡാമേജ്. അതായത് നമ്മൾ അതിൻ്റെ എന്താ പറയുക ഭൂകമ്പങ്ങൾ വന്ന് അടിച്ചിട്ട് എത്രത്തോളമാണ് എന്ത് ചെയ്തത്, പ്രശ്നം ശരിക്കും ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിസിബിൾ ഡാമേജ്, നമുക്ക് കാണാൻ പറ്റുന്ന ഡാമേജ് നോക്കിയിട്ടാണ്. ഇത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ അധിഷ്ഠിതമാണ്. ഇത് അളക്കുന്നത് നമ്മൾ മെർക്കലി ഇൻറ്റൻസിറ്റി സ്കെയിൽ വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടാണ്? മെർക്കലി ഇൻറ്റൻസിറ്റി സ്കെയിൽ വെച്ചാണ്. ഇത് 1 മുതൽ 12 വരെയാണ് ഇവയുടെ അളവുകോൽ. അപ്പോൾ റിക്ടർ സ്കെയിൽ 0 മുതൽ 10 വരെയും മെർക്കലി ഇൻറ്റൻസിറ്റി സ്കെയിൽ 1 മുതൽ 12 വരെയുള്ള സ്കെയിലുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അതായത് നമ്മൾ ഭൂകമ്പങ്ങളെ നമ്മൾ ഈ വേവുകൾ വരുന്ന പോലെ അതിന് ബോഡി വേവുകൾ എന്നും സർഫേസ് വേവുകൾ എന്നും നമ്മൾ 2ആയിട്ട് തിരിക്കാറുണ്ട്. അതൊക്കെ ഓർക്കുക നിങ്ങൾ. ബോഡി വേവുകളെ തന്നെ നമ്മൾ 2ആയിട്ട് തിരിക്കും അല്ലേ. എന്താണ്? ഒന്ന് പ്രൈമറി വേവുകളാണ് ഒന്ന് ബോഡി വേവുകളിൽ, രണ്ടാമത്തെ ഏതാണ്? സെക്കൻഡറി വേവുകളാണ് രണ്ടാമത്തേത്. എന്തുകൊണ്ടാണ് പ്രൈമറി വേവുകൾ എന്ന് വിളിക്കുന്നത്? അതായത് എർത്തിലെ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. ഈ ഭൂകമ്പം ഉണ്ടായിട്ട് എന്ത് ചെയ്യും? എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യും? ഈ വേവുകൾ പോവും അല്ലേ. ഇതിൽ ഈ ഭൂമിയുടെ ബോഡിയുടെ ഉള്ളിൽ കൂടെ പോകുന്ന ഈ വേവുകളാണ് ഇത് ബോഡി വേവുകൾ. സർഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതെന്തായി? അത് സർഫേസ് വേവുകളായി. മനസ്സിലാവുന്നുണ്ടോ? ഈ ബോഡി വേവുകളെ തന്നെ 2ആയി തിരിക്കും. അതാണ് പ്രൈമറിയും സെക്കൻഡറി വേവും. പ്രൈമറി വേവുകളാണ് ആദ്യം ഭൂമിയുടെ സർഫേസിലേക്ക് എത്തുക. രണ്ടാമതേ എന്തെത്തുള്ളൂ? സെക്കൻഡറി വേവ് എത്തുള്ളൂ. ഇനി ഈ പ്രൈമറി വേവും സെക്കൻഡറി വേവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ആദ്യം ഇവയുടെ സാമ്യതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇവ രണ്ടും എന്താണ്? ഷോർട്ട് വേവ് ലെങ്ത്തുകളുള്ള വേവുകളാണ്. ഇവ രണ്ടും ഷോർട്ട് വേവ് ലെങ്ത്തുകളുള്ള ഹൈ എനർജി ഷോർട്ട് വേവ് ലെങ്ത്ത് വേവുകളാണ് ഇവ രണ്ടും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി പക്ഷേ പ്രൈമറി വേവുകൾ എങ്ങനെയാണ്? ഇവ ലോഞ്ചിറ്റ്യൂഡിനൽ വേവുകളാണ്. ഇവ ലോഞ്ചിറ്റ്യൂഡിനൽ വേവുകളാണ്. നമ്മളുടെ സെക്കൻഡറി വേവ് എങ്ങനെയാണ് അപ്പോൾ ഉണ്ടാവുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവുകളാണെങ്കിൽ ഇവ എങ്ങനെയായിരിക്കും? ട്രാൻസ്വേഴ്സ് വേവുകളായിരിക്കും.
മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? ലോഞ്ചിറ്റ്യൂണൽ വേവുകളായിട്ടുള്ള നമ്മുടെ പ്രൈമറി വേവുകൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ സെക്കൻഡറി വേവുകൾ സോളിഡിലൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ്, അതായത് ഈ ട്രാൻസ്വേഴ്സ് വേവുകൾ സോളിഡിൽ കൂടെ മാത്രമേ കടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എർത്തിൻ്റെ സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കുന്നത്. അതായത് ഔട്ടർ കോർ നമ്മുടെ എങ്ങനെയാണ്, ലിക്വിഡിലാണ്. അപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി വിചാരിക്കൂ, ഭൂകമ്പം ഉണ്ടായിട്ട് ഇങ്ങനെ ഓരോ വേവുകൾ പോവില്ലേ, അതിലെ സെക്കൻഡറി വേവ് സോളിഡ് കോറെ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ലിക്വിഡ് ഫോമിൽ കിടക്കുന്ന ഔട്ടർ കോറിലേക്ക് എന്ത് പോവില്ല, അവിടേക്ക് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ്, അതായത് സെക്കൻഡറി വേവ് കടക്കില്ല. അതുകൊണ്ട് തന്നെ ബാക്കി പ്രൈമറി വേവുകളൊക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ കടന്ന് റിഫ്രാക്ഷനൊക്കെ കടന്നിട്ട് എന്ത് ചെയ്യും, ഓരോ സ്ഥലത്തേക്ക് എത്തും. പക്ഷേ എന്ത് ചെയ്യില്ല, ഈ സെക്കൻഡറി വേവ് ഒരു ഭാഗം മുതൽ ഒരു ഭാഗം വരെ നമുക്ക് കിട്ടുകയേയില്ല. ഇതാണ് ഏത്, ഷാഡോ റീജിയൻ. ആ വേവുകളുടെ ഷാഡോ റീജിയൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്, ഈ ഭാഗമാണ്. ക്ലാസ്സുകളിലെ നോട്ട്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഭൂമിയുടെ എന്താണ് ഈ ഒരു സെക്കൻഡറി വേവിൻ്റെ സോളിഡിൽ കൂടി മാത്രമേ പോകുകയുള്ളൂ എന്നുള്ള പ്രത്യേകത കാരണം നമുക്ക് ഭൂമിയുടെ ഉള്ളിലത്തെ സ്ട്രക്ചർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം എന്താണ്, സെക്കൻഡറി വേവ് ഇവിടം വരെ പോവുള്ളൂ. ഈ ലിക്വിഡ് ഔട്ടർ കോർ വരുമ്പോൾ അവിടെ അപ്പുറത്തേക്ക് കിടക്കാൻ ആ വേവിന് പറ്റില്ല. പക്ഷേ പ്രൈമറി വേവ് എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കിടക്കും. റിഫ്രാക്ഷനൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും കടന്നിട്ട് ഇപ്പുറത്തേക്ക് വരും. പക്ഷേ സെർട്ടൺ ഒരു ഏരിയ ഉണ്ട്, അവിടെ പ്രൈമറി വേവും ഉണ്ടാവില്ല, സെക്കൻഡറി വേവും ഒന്നും കിട്ടാത്ത ഒരു ഏരിയ നമുക്ക് ഭൂകമ്പത്തിൻ്റെ മറുവശത്ത് നമുക്ക് ഉണ്ട്. മനസ്സിലാവുണ്ടോ കൂട്ടുകാർക്ക്? ഇതെന്ത് ചെയ്യുക കൂട്ടുകാരെ, വളരെ കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള സവിശേഷമായിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് പഠിച്ചു തുടങ്ങാം. ഓക്കെ അല്ലേ കൂട്ടുകാരെ?